Good afternoon. I'm Akshaya. I had an All India rank of 2627 in the year 2020, and now I'm doing third year MBBS in AIIMS Nagpur. Today we'll be doing the last part for the chapter Human Reproduction. നമ്മൾ ഇന്നലെ നിർത്തിയത് ഗ്യാമറ്റോജനസിസ്, മെയിലും ഫീമെയിൽസിനും ഗ്യാമറ്റോജനസിസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് ഗ്യാമറ്റോജനസിസ് കഴിഞ്ഞ് മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ആ ഹോൾ ചാർട്ട് ഞാൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തു. അതിന്റെ പിറ്റ്യൂട്ടറി ഹോർമോണിന്റെ ലെവൽസും ഓവറിയിൽ നടക്കുന്ന ഇവന്റ്സും ഒവേറിയൻ ഹോർമോൺസിന്റെ ലെവൽസും ഫൈനലി യൂട്രൈൻ ഇവന്റ്സും ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ ഫെർട്ടിലൈസേഷൻ കണ്ടു. ഇനി പഠിക്കാൻ പോകുന്നത് സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. സെക്സ് ഡിറ്റർമിനേഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് ആരാണ് നമ്മുടെ ബേബിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആൻഡ് എങ്ങനെയാണ് ആ ഡിറ്റർമിനേഷൻ നടക്കുന്നത്. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമുക്കറിയാം, നമുക്ക് ഓൾറെഡി ഗ്യാമറ്റ് നമ്മുടെ സ്പേമില് ക്രോമസോം പാറ്റേൺ എങ്ങനെയാന്ന് നമുക്കറിയാം. എങ്ങനെയാ? മെയിൽസിന് XY ആണ് ആൻഡ് ഫീമെയിൽസിന് എങ്ങനെയാ? XX ആണ്. ആൻഡ് ഇതിൽ എന്താ പറ്റുന്ന വെച്ചാല് മെയിൽസിന്റെ ഡിപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോംസ് ഫൈൻഡ് ഒരു ഗ്യാമിറ്റ് ഉണ്ടാകുമ്പോൾ എന്താവാം? ഐദർ എക്സ് കൊണ്ടുള്ള ഗ്യാമിറ്റ് ആവാം, എക്സ് കണ്ടെയ്നിങ് ആയിട്ടുള്ള സ്പേം ആവാം, അല്ലെങ്കിൽ Y കണ്ടെയ്നിങ് ആയിട്ടുള്ള സ്പേം ആവാം. അപ്പൊ XY ഇൻറ്റു XX ഒരു മെയിലും ഫീമെയിലും ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് മെയിൽസിൽ എങ്ങനെയാവാം? ഇത് മെയിൽസും ഇത് ഫീമെയിൽസും. മെയിൽസ് ഐദർ X അല്ലെങ്കിൽ Y ആവാം. പക്ഷെ ഫീമെയിൽസിൽ എന്തേ ആവുള്ളൂ? എങ്ങനെ പോയാലും എക്സ് ഉള്ളൊരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ സ്പേം, ഈ എക്സ് കണ്ടെയ്നിങ് ആയിട്ടുള്ള സ്പേം ആണ് നമ്മുടെ ഓവത്തിന്റെ അടുത്തേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ ബേബി എന്തായിരിക്കും? XX, വിച്ച് ഇസ് ഫീമെയിൽ ആയിരിക്കും. പക്ഷെ ഈ Y ഉള്ള സ്പേം ആണ് നമ്മുടെ ഫെർട്ടിലൈസേഷൻ സമയത്ത് ഫീമെയിൽ ജനൈറ്റൽ ട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ബേബി എങ്ങനെയായിരിക്കും? XY. അപ്പൊ ഏതായിരിക്കും? മെയിൽ ബേബി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബോയ് ചൈൽഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? നമുക്ക് മനസ്സിലായി ഇതിൽ കുറച്ചും കൂടി നമ്മുടെ ബേബിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റി മെയിലാണോ ഫീമെയിലാണോ നമുക്ക് മനസ്സിലായി. ഫീമെയിലിന് ഒരൊറ്റ പോസിബിലിറ്റി ഉള്ളൂ. അപ്പൊ അത് ഡിറ്റർമിൻ ചെയ്യാൻ മാത്രമുള്ള കേപ്പബിലിറ്റി ഇല്ല. പക്ഷെ മെയിൽസിലാണ് X ആണോ Y ആണോ സ്പേമിൽ ഉള്ളത് എന്നുള്ളതിനനുസരിച്ച് ബേബിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ഈ പാരഗ്രാഫിന്റെ കൺക്ലൂഷൻ എന്താണ്? ഈ പാരഗ്രാഫിന്റെ കൺക്ലൂഷൻ, സയന്റിഫിക്കലി ആരാണ് നമ്മുടെ ബേബിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഫാദർ ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആൻഡ് നോട്ട് ബൈ ദി മദർ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമ്മുടെ മൈറ്റോട്ടിക് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. എങ്ങനെ? നമ്മുടെ സൈഗോട്ട്, ഇപ്പോ ഈ ഡയഗ്രാം നോക്കി നമുക്ക് മനസ്സിലാവും ഓവറിയിൽ നിന്ന് ഫൈനലി ഊസൈറ്റ് ഈ ഭാഗത്താകുമ്പോഴത്തേക്ക് റിലീസായി നമ്മുടെ സെക്കൻഡറി ഊസൈറ്റുള്ള ഓവുലേഷൻ ഇവിടുന്ന് നടന്നു കഴിഞ്ഞു. ഇനി ഈ ഓവുലേഷൻ നടന്ന അങ്ങോട്ടേക്ക് ആംപ്യൂളിലേക്ക് ആര് വരും? സ്പേംസ് ഫീമെയിൽ ജനൈറ്റൽ ട്രാക്റ്റിലേക്ക് ഇങ്ങനെ എൻ്റർ ചെയ്ത് ഫൈനലി ഇവിടെ എത്തും. ആൻഡ് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇനി ഫെർട്ടിലൈസേഷൻ ഒരൊറ്റ സ്പേം മാത്രമേ ഫെർട്ടിലൈസേഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അപ്പൊ ഒരു സ്പേം, അത് ആരാണോ ആദ്യം എത്തുന്നത്, ആരാണോ ഫസ്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നത്, ആ സ്പേം നമ്മുടെ എഗ്ഗുമായിട്ട് എങ്ങനെ ഫെർട്ടിലൈസ് ചെയ്ത് അവർ പതുക്കെ എന്താവും? സൈഗോട്ട് ആവും. ഇനി സൈഗോട്ട് ആകുമ്പോൾ ചേഞ്ച് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തിരുന്നു. എന്തായിരുന്നു? സൈഗോട്ട് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് നടക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡറി യൂസായിട്ട്, വിച്ച് ഇസ് അതിന്റെ ഹൂസ് ഡിവിഷൻ ഇസ് അറസ്റ്റഡ് അറ്റ് ദി മെറ്റഫേസ് 2. എന്ത് ചെയ്യും? ഈ സ്പേം ലൈസിൻസിന്റെ ആക്രോസോമിലെ എൻസൈംസിന്റെ സഹായത്തിലേക്ക് കൂടി എന്ത് പറ്റും? നമ്മുടെ ആ സെൽ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യും. മെറ്റഫേസ് 2 കണ്ടിന്യൂ ചെയ്ത് ആൻഡ് കംപ്ലീറ്റ്ലി സെൽ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്ത് ഒരു സെക്കൻഡ് പോളാർ ബോഡിയും ഒരു ഓവമും റിലീസ് ആവും. ആൻഡ് ഈ ഓവം എങ്ങനെ ഫൈനലി സൈഗോട്ട് ഫോർമേഷനിലേക്ക് എൻഡ് അപ്പ് ചെയ്യും. ആൻഡ് ഈ ഉണ്ടായി വരുന്ന സൈഗോട്ടിന് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമുക്കറിയാം, ഈ സൈഗോട്ട് ആസ് ഇറ്റ് മൂവ്സ് ത്രൂ ദി ഇസ്തമസ് ഓഫ് ദി ഓവിഡക്ട്, ഇസ്തമസിലേക്ക് കൂടി ട്രാവൽസ് ചെയ്ത് വരുന്ന വഴി ഇവർക്ക് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഈ ഡിവിഷനെ നമ്മൾ എന്ത് വിളിച്ചു? ക്ലീവേജ് എന്ന് വിളിച്ചു. സെൽസിന് ക്ലീവേജ് നടന്ന് അവരെങ്ങനെ
ഒരു സെൽ ഉണ്ടായിരുന്നത് ഒരു സെല്ല് പതുക്കെ 2ആയി. ആൻഡ് ഈ ഓരോ സെല്ലും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് 2, 4, 8, 6 ഡോട്ടർ സെൽസ് ഉണ്ടായി വരാൻ തുടങ്ങും. ആൻഡ് ഈ അഗ്രിഗേറ്റിനെ വിളിക്കുന്നതാണ് ബ്ലാസ്റ്റോമിയേഴ്സ്. നമ്മുടെ സൈഗോട്ട് ക്ലീവേജ് നടന്ന് ഉണ്ടായി വരുന്ന 2, 4, 8, 16 സെൽസിലെ ഡോട്ടർ സെൽസ് ഉണ്ടാവുന്ന ഒരു അഗ്രിഗേറ്റിന് നമ്മൾ എന്ത് വിളിച്ചു? ബ്ലാസ്റ്റോമിയർ എന്ന് വിളിച്ചു. ആൻഡ് അടുത്തെന്താ നടക്കാൻ പോകുന്നത്? ദ എംബ്രിയോ വിത്ത് 8 to 16 ഡോട്ടർ സെൽസ് അല്ലെങ്കിൽ 8 to 16 ബ്ലാസ്റ്റോമിയർ ഉള്ള എംബ്രിയോ ആകുമ്പോൾ നമ്മൾ അതിന് അടുത്ത പേരിട്ടു, അതാണ് മോറിയുല. എങ്ങനെ? 8 to 16, ആ നമ്പർ ഇമ്പോർട്ടന്റ് ആണ്. 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ് ആയപ്പോ നമ്മൾ അതിനെന്ത് വിളിച്ചു? മോറിയുല. ആൻഡ് നെക്സ്റ്റ് എന്ത് നടക്കാൻ പോകുന്നത്? ഈ മോറിയുല അഗൈൻ ഡിവൈഡ് ചെയ്ത് അടുത്ത ട്രാൻസ്ഫോർമേഷൻ നടത്തും. മോറിയുല കഴിഞ്ഞിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആയ സ്റ്റേജ് നമ്മൾ എന്ത് വിളിച്ചു? ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് വിളിച്ചു. ആൻഡ് ഇത് എങ്ങനെ പതുക്കെ ഇസ്തമസ് വഴി പതുക്കെ യൂട്രസിലെത്തി, ആൻഡ് ഈ യൂട്രസിന് പതുക്കെ ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോകും. ആൻഡ് ദ ബ്ലാസ്റ്റോമിയസ് എങ്ങനെ? ബ്ലാസ്റ്റോമിയസ് നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റിലെ ഓരോ സെൽസിനെയും നമ്മൾ എന്ത് വിളിച്ചു? ബ്ലാസ്റ്റോമിയസ് എന്ന് വിളിച്ചു. ആൻഡ് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എങ്ങനെയാവും? പതുക്കെ ഒരു ഇന്നർ ലെയറും ഔട്ടർ ലെയറും ആവും. ആൻഡ് ഈ ബ്ലാസ്റ്റോസിസ്റ്റിൽ എന്തുണ്ട്? ബ്ലാസ്റ്റോമിയസ്. ആ ബ്ലാസ്റ്റോമിയസ് ഔട്ടർ ലെയറും ഇന്നർ ലെയറും ആയി ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഈ ഔട്ടർ ലെയറിനെ നമ്മൾ എന്ത് വിളിച്ചു? ട്രോഫോബ്ലാസ്റ്റ് എന്ന് വിളിച്ചു. ആൻഡ് ഇന്നർ ലെയറിനെ ഇന്നർ സെൽ മാസ് എന്ന് വിളിച്ചു. അപ്പൊ നമ്മൾ എന്തോ കണ്ടു? ഇതിന്റെ റീഓർഗനൈസേഷൻ നടന്നത് കണ്ടു. ഏതൊക്കെ ആയിട്ട്? ട്രോഫോബ്ലാസ്റ്റും ഇന്നർ സെൽ മാസും ആയിട്ട്. ഇനി ഈ ട്രോഫോബ്ലാസ്റ്റ് ലെയറിന് ഇനി എന്ത് പറ്റും? ഈ ട്രോഫോബ്ലാസ്റ്റ് ലെയർ വിച്ച് ദ ഔട്ടർ ലെയർ, ഈ ഔട്ടർ ലെയർ പതുക്കെ പോയി യൂട്രൈൻ വാളില് അറ്റാച്ച്മെന്റിന് പോകും. അതായത് യൂട്രൈൻ വാളിന്റെ ഇന്നർ മോസ്റ്റ് ലെയറിന് നമ്മൾ എന്താ ഷെഡിങ് നടക്കുന്ന ലെയറിന് നമ്മൾ എന്താ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് അഫക്റ്റഡ് ആയി ന്യൂട്രീഷൻ കാരണം തിക്കൻ ചെയ്യാൻ പറ്റുന്ന ലെയറിന് നമ്മൾ എന്ത് വിളിച്ചിരുന്നു? ഓൾറെഡി എൻഡോമെട്രിയം എന്ന് വിളിച്ചിരുന്നു. ഇനി ആ എൻഡോമെട്രിയത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് പതുക്കെ ഇന്നർ സെൽ മാസ് ഡിഫറൻഷിയേറ്റ് ആവാൻ തുടങ്ങും. എങ്ങനെ? എംബ്രിയോ ആയിട്ട് ഡിഫറൻഷിയേറ്റഡ് ആവാൻ തുടങ്ങും. ആൻഡ് ഈ അറ്റാച്ച്മെന്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ യൂട്രൈൻ സെൽസ് അഗെയിൻ റാപ്പിഡ് ഡിവിഷൻ അണ്ടർഗോ ചെയ്ത് എന്ത് പറ്റും? നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റിനെ കവർ ചെയ്യും. അതായത് ഇതാണിപ്പോ എൻഡോമെട്രിയം. ഇതാണ് എൻഡോമെട്രിയെങ്കിൽ നമ്മുടെ സൈഗോട്ട് അല്ലെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റ് ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇത് പതുക്കെ ഉള്ളിലോട്ട് പോകുമ്പോൾ നെക്സ്റ്റ് ഡയഗ്രം എങ്ങനെ കാണാൻ പറ്റും? ഈ സെൽസ് പതുക്കെ ഇതിനെ കവർ ചെയ്ത് പതുക്കെ ഇത് സേഫ്ലി ഉള്ളിലെത്തിയതുപോലെ നമുക്ക് മനസ്സിലാവും. അതായത് ഈ എൻഡോമെട്രിയൽ സെൽസിനാല് ഇത് പതുക്കെ കവേർഡായി ഇത് സേഫ്ലി ഉള്ളിലാവും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ ഇംപ്ലാന്റേഷന് ഔട്ടർ കവറിങ് ഇല്ലെങ്കിൽ ഇത് ഈസിലി പുറത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അബോർഷന് ചാൻസ് ഉണ്ടാവാണ്ടിരിക്കാൻ ഒരു പ്രോപ്പർ ഇംപ്ലാന്റേഷൻ ഫസ്റ്റ് നടക്കണം. ഇനി ബ്ലാസ്റ്റോസിസ്റ്റ് എങ്ങനെ എംബെഡഡ് ആവും ഇൻ ദ എൻഡോമെട്രിയം ഓഫ് ദി യൂട്രസ്. ആൻഡ് ഇതിനെ ഈ എംബെഡഡ് ആവുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിച്ചു ഇംപ്ലാന്റേഷൻ. ആൻഡ് ഇംപ്ലാന്റേഷൻ ആകുമ്പോൾ ഇറ്റ് ലീഡ്സ് ടു പ്രഗ്നൻസി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടു എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യം ഒരു സെല്ല് ഉണ്ടായിരുന്നു. ആ സെല്ല് പതുക്കെ ഒരു 24 hours അല്ലെങ്കിൽ എത്രയെങ്കിലും ഡ്യൂറേഷൻ കഴിയുമ്പോൾ, അതായത് റാപ്പിഡ് ഡിവിഷൻ അണ്ടർഗോ ചെയ്യാൻ തുടങ്ങും. അതായത് ക്ലീവേജ് അണ്ടർഗോ ചെയ്യാൻ തുടങ്ങും. ആൻഡ് എന്ത് ഫോം ചെയ്യും? ഇങ്ങനെ സെൽസ് ഫോം ചെയ്യും. ആദ്യം 2, പിന്നെ അത് പതുക്കെ 4, അങ്ങനെ ഡിവിഷൻ ചെയ്ത് ക്ലീവേജ് അണ്ടർഗോ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഈ ഓരോന്നിനെ നമ്മൾ എന്ത് വിളിച്ചു? ബ്ലാസ്റ്റോമിയർ എന്ന് വിളിച്ചു. ബ്ലാസ്റ്റോമിയേഴ്സ് എന്ന് വിളിച്ചു. ഇനി ഈ ബ്ലാസ്റ്റോമിയർ ഒരു 8 to 16 ബ്ലാസ്റ്റോമിയർ ആവുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിച്ചു? മോറിയുല എന്ന് വിളിച്ചു. എത്ര സെൽ? 8 to 16 സെൽഡ് സ്റ്റേജിനെ നമ്മൾ മോറിയുല എന്ന് വിളിച്ചു. ആൻഡ് അത് കഴിഞ്ഞ് എന്താ പറ്റുക? നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ് അല്ലെങ്കിൽ ബ്ലാസ്റ്റുലയുടെ ഫോർമേഷൻ നടക്കും. ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ എങ്ങനെയാ? ഒരു ഔട്ടർ ലെയർ ഉണ്ടാവും. ആ ഔട്ടർ ലെയറിനെ നമ്മൾ എന്ത് വിളിച്ചു? ട്രോഫോബ്ലാസ്റ്റ്. ഇതിന് ട്രോഫോബ്ലാസ്റ്റ് എന്ന് വിളിച്ചു. ആൻഡ് ഒരു ഇന്നർ ലെയർ ഉണ്ടാവും. ആ ഇന്നർ ലെയർ, ഇങ്ങനത്തെ കാണുന്ന ഇന്നർ ലെയറിനെ നമ്മൾ എന്ത് വിളിച്ചു? ഇന്നർ സെൽ മാസ് എന്ന് വിളിച്ചു. ഈ ഇന്നർ സെൽ മാസ് ആണ് പിന്നീട്
എംബ്രിയോ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് വിളിച്ചു? ബ്ലാസ്റ്റോസിസ്റ്റ് അല്ലെങ്കിൽ ബ്ലാസ്റ്റുല. ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ആൻഡ് ഫൈനലി ഈ ട്രോഫോബ്ലാസ്റ്റ്, ഈ ഔട്ടർ ലെയർ പോയി ഇംപ്ലാന്റേഷന് എംബഡഡ് ആവാൻ പോവും. ആൻഡ് ഇന്നർ സെൽ മാസ് എംബ്രിയോ ആവാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങും. ഇനി പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു. ആൻഡ് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് വന്ന് ഈ ട്രോഫോപ്ലാസ്റ്റിന് മേലെ നമുക്ക് കുറച്ച് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണാൻ പറ്റും. ആൻഡ് ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് വിച്ച് ഇസ് സറൗണ്ടിങ് യൂട്രൈൻ ടിഷ്യൂനാൽ സറൗണ്ട് ചെയ്യപ്പെടുന്ന ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഓൺ ഏതിന്റെ ഫിംഗർ ലൈക്ക്? ട്രോഫോബ്ലാസ്റ്റിലെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ നമ്മൾ എന്ത് വിളിച്ചു? കോറിയോണിക് വില്ലൈ എന്ന് വിളിച്ചു. ആൻഡ് ഇനി എന്താ പറ്റുക? ഈ കോറിയോണിക് വില്ലൈ എങ്ങനെയാ? വിച്ച് ഇസ് സറൗണ്ടഡ് ബൈ യൂട്രൈൻ ടിഷ്യൂ. എംബഡഡ് ആയി എന്ന് ഓൾറെഡി പറഞ്ഞു. ഇതാണ് മുമ്പേ ഉണ്ടായ യൂട്രസ് എങ്കിൽ ഇപ്പോ ഈ സെൽസ് കൊണ്ട് കവർ ചെയ്ത് ഇതിനുള്ള എംബഡഡ് ആയി. ഇനി ഈ എംബഡഡ് ആയ എടുത്തുനിന്ന് എങ്ങനെ നമുക്കറിയാം? ഈ ട്രോഫോബ്ലാസ്റ്റ് അതായത് ഔട്ടർ ലെയറിൽ കുറച്ച് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. അതിന് നമ്മൾ കോറിയോണിക് വില്ല എന്ന് വിളിച്ചു. ആൻഡ് ഈ കോറിയോണിക് വില്ല എങ്ങനെയാ സറൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഒരു സൈഡില് യൂട്രൈൻ ടിഷ്യൂ ആൻഡ് ബാക്കി എന്താ? ഇപ്പുറ സൈഡില് മെറ്റേണൽ ബ്ലഡും കൊണ്ട് സറൗണ്ടഡ് ആയി ഇരിക്കുകയാണ്. ആൻഡ് ഈ കോറിയോണിക് വില്ലൈ ആൻഡ് യൂട്രൈൻ ടിഷ്യൂ, ഈ സൈഡിലെ വില്ലയും ഈ സൈഡിലെ യൂട്രൈൻ ടിഷ്യൂ ഇന്റർഡിജിറ്റേറ്റഡ് ആവും. ഇന്റർഡിജിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർലോക്ക് പോലൊരു കട്ടിയുള്ള രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റ്. ഇന്റർഡിജിറ്റേറ്റഡ് ആയിട്ട് ആൻഡ് അവരെന്ത് ഫോം ചെയ്യും? ഫോംസ് ദി സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്. അത് ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ബിറ്റ്വീൻ നമ്മുടെ ഫീറ്റസും മെറ്റേണൽ ബോഡിയും തമ്മിൽ. അതിന് നമ്മൾ എന്ത് വിളിച്ചു? പ്ലാസെന്റ. അപ്പൊ നമ്മളിപ്പോ ബേസിക്കലി കണ്ട എന്താ? പ്ലാസെന്റ ഫോർമേഷൻ. നമ്മുടെ ട്രോഫോബ്ലാസ്റ്റിന് എന്തുണ്ട്? കോറിയോണിക് വില്ലൈ ഉണ്ട്. ആൻഡ് യൂട്രൈൻ ടിഷ്യൂ ആയിട്ട് അത് ഇന്റർഡിജിറ്റേറ്റഡ് ആയിട്ട് എന്ത് ഫോം ചെയ്യും? ഒരു സ്ട്രോങ് കണക്ഷൻ മെറ്റേണൽ ബോഡിയും ഫീറ്റസും ആയിട്ട് ഫോം ചെയ്യും. അതിനെ നമ്മൾ പ്ലാസെന്റ എന്ന് വിളിച്ചു. ആൻഡ് പ്ലാസെന്റയുടെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ സപ്ലൈ ഓഫ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദി എംബ്രിയോ. അതായത് എംബ്രിയോയിലേക്ക് എന്തൊക്കെ പോകുന്നുണ്ട്? നമ്മുടെ റിക്വയർമെന്റ്സ്, അതായത് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസും. ആൻഡ് എംബ്രിയോയിൽ നിന്ന് പുറത്തേക്ക് എന്തൊക്കെ തള്ളപ്പെടുന്നുണ്ട്? പുറം തള്ളപ്പെടുന്നത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡും ആൻഡ് അതർ എക്സ്ക്രീറ്ററി അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസ് പുറത്തേക്കും പോകും. ആൻഡ് ഈ പ്ലാസെന്റ എംബ്രിയോ ആയിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത് നമുക്കറിയാം. ഈ പ്ലാസെന്റയിൽ ഒരു മെറ്റേണൽ സൈഡും ഉണ്ട്, ഒരു ഫീറ്റൽ സൈഡും ഉണ്ട്. അതായത് നമ്മൾ ഓൾറെഡി കണ്ടു ഇവിടെ സെൽസുമായിട്ട് ഇന്റർഡിജിറ്റേറ്റഡ് ആയിരിക്കുകയാണ്. ആൻഡ് ഈ ട്രോഫോബ്ലാസ്റ്റ് ഇനി എന്ത് ചെയ്യും? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടാക്കും. അത് യൂട്രൈൻ ടിഷ്യൂ ആയിട്ട് ഇന്റർഡിജിറ്റേഷൻസ് ഫോം ചെയ്ത്, അതായത് പ്ലാസെന്റ. ഈ പ്ലാസെന്റ നോക്കിയാൽ നമുക്കറിയാം ഇതിനൊരു മെറ്റേണൽ സൈഡും ഉണ്ട്, ഒരു ഫീറ്റൽ സൈഡും ഉണ്ട്. ആൻഡ് നമ്മുടെ പ്ലാസെന്റ എംബ്രിയോ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഏതിനാലാണ്? അതായത് ഫീറ്റൽ സൈഡിൽ നമ്മുടെ എന്തുണ്ട്? അംബ്ലൈക്കൽ കോഡ് ഉണ്ട്. ആൻഡ് ഈ അംബ്ലൈക്കൽ കോഡിന്റെ ഫംഗ്ഷൻ എന്താ? ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് ടു ആൻഡ് ഫ്രം ദി എംബ്രിയോ. ആൻഡ് അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് MCQ എന്താന്ന് വെച്ചാൽ, എംബ്രിയോന്റെ സൈഡിൽ അല്ലെങ്കിൽ ഫീറ്റൽ സൈഡിലെ പ്ലാസെന്റയിലെ പാർട്ട് ഓഫ് പ്ലാസെന്റ വിച്ച് ഇസ് ഓൺ ദ ഫീറ്റൽ സൈഡ് എന്താണ് അതിനെ വിളിക്കുന്നത്? അംബ്ലൈക്കൽ കോഡ്. അടുത്ത വേറെ രീതി ചോദിക്കാൻ എന്താ? അംബ്ലൈക്കൽ കോഡ് പ്ലാസെന്റയുടെ മെറ്റേണൽ സൈഡിലാണോ ഫീറ്റൽ സൈഡിലാണോ കാണാന്ന് വെച്ചാൽ എന്ത് പറയും? നമ്മുടെ ഫീറ്റൽ സൈഡിലാണ് അംബ്ലൈക്കൽ കോഡ്. അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ സെയിം, ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് ടു ആൻഡ് ഫ്രം ദി എംബ്രിയോ. ഇനി പ്ലാസെന്റ എന്തും കൂടി ആയിട്ട് ആക്ട് ചെയ്യും? ഒരു എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ട് ആക്ട് ചെയ്യും. അതായത് എന്താ? കുറച്ച് ഹോർമോൺസ് ഉണ്ടാക്കും. ആ ഹോർമോൺസിന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഹോർമോൺ സെക്രീറ്റഡ് ബൈ പ്ലാസെന്റ എന്ന് വെച്ചാൽ നമുക്ക് ഈസിലി സ്പോട്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന്റെ ഹോർമോൺസ് എന്തൊക്കെയാണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. നമ്മുടെ HCG അല്ലെങ്കിൽ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ HPL, അത് കഴിഞ്ഞ് വേറെന്താ? ഈസ്ട്രജൻ, പ്രൊജസ്റ്റോജൻ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതും കൂടാണ്ട് കുറച്ചും കൂടി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെയാണ് മെയിൻ ഹോർമോൺസ്. ഇനി ലേറ്റർ ഫേസ് ഓഫ് പ്രഗ്നൻസിയുടെ ലേറ്റർ ഫേസ് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിൽ ഒരു ഹോർമോൺ കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ പേരെന്താണ്? റിലാക്സിൻ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ വരാൻ പോകുന്നു, ഈ ലേറ്റർ ഫേസിൽ ഉണ്ടാക്കുന്ന റിലാക്സിൻ സെക്രീറ്റ് ചെയ്യുന്നത് ആരാന്ന് വെച്ചാൽ എന്ത് പറയും? ഓവറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് റിലാക്സിൻ, വിച്ച് ഇസ് ഇൻ ദ ഏത് ഫേസ് ഓഫ് പ്രഗ്നൻസി? ലേറ്റർ ഫേസ് ഓഫ് പ്രഗ്നൻസി. ഇനി
നമുക്കറിയാം ഈ HCG, HPL, റിലാക്സിൻ ഈ 3 ഹോർമോൺസും എക്സ്ക്ലൂസീവ്ലി പ്രഗ്നന്റ് വിമനിൽ മാത്രം പ്രൊഡ്യൂസ്ഡ് ആവുന്ന ഹോർമോൺസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കും? ഈ ഹോർമോൺസ് ഒരു ലേഡിയിൽ നമുക്ക് ഡിറ്റക്റ്റഡ് ആയാലും നമുക്ക് മനസ്സിലാവും ആ ലേഡി പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഇൻ അഡിഷൻ പ്രഗ്നൻസിയുടെ സമയത്ത് ബാക്കിയുള്ള കുറച്ച് ഹോർമോൺസും മെറ്റേണൽ ബ്ലഡിൽ സെവറൽ ടൈംസ് ഇൻക്രീസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ, നമുക്കിപ്പോ നീഡ്സ് അമ്മയുടെ മാത്രമല്ല ബേബിയുടെയും കൂടി ഉണ്ട്. അപ്പോ ഏതൊക്കെയാണ്? ഈസ്ട്രജൻ, പ്രൊജസ്ട്രോജൻ, കോർട്ടിസോൾ, പ്രോലാക്റ്റിൻ, തൈറോക്സിൻ തുടങ്ങിയ എല്ലാ ഹോർമോൺസും മെറ്റേണൽ ബ്ലഡിൽ പല രീതിയിൽ, അതായത് പല ടൈംസ് ആയിട്ട് പല ഫോൾഡ്സ് ആയിട്ട് ഇൻക്രീസ്ഡ് ആവും. ആൻഡ് ഈ ഇൻക്രീസ് ആവുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ എന്താ എന്റെ ആൻസർ? ലോജിക്കലി ഫീറ്റൽ ഗ്രോത്തിന് അല്ലെങ്കിൽ മെറ്റബോളിക് ചേഞ്ചസ് മദറിലും ഈ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫങ്ഷൻസിനും ആൻഡ് ഫൈനലി നമ്മുടെ ഫീറ്റൽ ഗ്രോത്തിനും വേണ്ടിയിട്ടാണ് ഈ ഹോർമോൺസ് ഇങ്ങനെ സെവറൽ ഫോൾസ് ആയിട്ട് കൂടിക്കൂടി വരുന്നത്. ആൻഡ് ഈ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ ഉടനെ നമ്മുടെ ഇന്നർ സെൽ മാസ്, നമുക്കറിയാം ഇന്നർ സെൽ മാസ് എന്താ പ്രിക്കേഴ്സർ ഓഫ് എംബ്രിയോ ആണ് ഓൾറെഡി നമുക്കറിയാം. ആൻഡ് ഈ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് ഇന്നർ സെൽ മാസ് എഗെയിൻ ഓർഗനൈസേഷൻ അണ്ടർഗോ ചെയ്യും. ആൻഡ് ഇതെങ്ങനെയാ ഓർഗനൈസ് ചെയ്യുക? ഒരു ഔട്ടർ ലെയർ ഫോം ചെയ്യും. ആ ഔട്ടർ ലെയറിന്റെ പേരെന്താണ്? എക്ടോഡം. ആൻഡ് ഒരു ഇന്നർ ലെയറും ഫോം ചെയ്യും. ആ ഇന്നർ ലെയറിന്റെ പേരാണ് എൻഡോഡം. ആൻഡ് ഇത് കഴിഞ്ഞ് ഔട്ടർ ലെയറുമായി ഇന്നർ ലെയർ, ഇനി നടുക്ക് അടുത്ത ലെയർ കൂടി സൂൺ അപ്പിയർ ചെയ്യും. ആൻഡ് അതിന്റെ പേരാണ് മീസോഡം. ആൻഡ് ഈ മൂന്ന് ലെയേഴ്സിൽ നിന്നാണ് ബാക്കി എല്ലാ ടിഷ്യൂസിൽ നിന്ന് ഓർഗൻസും അഡൽട്സിൽ ഒരു ഹ്യൂമൻ അഡൽട്സിൽ ഉണ്ടായിരുന്ന എല്ലാ ഓർഗൻസും, അതായത് എല്ലാ ടിഷ്യൂസും ബേസിക്കലി ഉണ്ടായിരുന്നത് ഈ 3 ലേയേഴ്സിൽ നിന്നാണ്. ഏതൊക്കെ? എക്ടോഡം, എൻഡോഡം ആൻഡ് മീസോഡം. ഇനി നമുക്ക് ഒന്നും കൂടി പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഈ ഇന്നർ സെൽ മാസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്നർ സെൽ മാസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എക്ടോഡം, എൻഡോഡം ആൻഡ് ഫൈനലി നടുക്ക് മീസോഡേമും ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഇന്നർ സെൽ മാസിന് ചില സെൽസ് ഉണ്ട്. ആ ചില സെൽസിനെ നമ്മൾ എന്ത് വിളിച്ചു? സ്റ്റെം സെൽസ് എന്ന് വിളിച്ചു. ഈ സ്റ്റെം സെൽസിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാല് ഇതിന് എങ്ങനെ എല്ലാ ടിഷ്യൂസും ഓർഗൻസും ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒരു സ്റ്റെം സെല്ലിന് ഏത് ടിഷ്യൂന്റെ അല്ലെങ്കിൽ ഏത് ഓർഗൻ നിങ്ങൾ നെയിം ചെയ്യുന്നോ അങ്ങോട്ടേക്ക് ആവാനുള്ള ചാൻസ് അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റി, കേപ്പബിലിറ്റി ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെക്കുന്നത്, എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ, അതായത് നമുക്കറിയാം 9 months ഓഫ് പ്രഗ്നൻസി ആണ് ജനറലി കാണുന്നത്, അറൌണ്ട് 270 days. അപ്പോൾ ഈ 270 daysലും എന്താണ് നമുക്കറിയാം വേരിയസ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിനനുസരിച്ച് എംബ്രിയോന്റെ ഡെവലപ്മെന്റും വേരി ചെയ്യും. ആൻഡ് ഹ്യൂമൻ പ്രഗ്നൻസി എത്ര? അബൌട്ട് 9 months. ആൻഡ് ഇനി ഹ്യൂമൻ ബീങ്സിന്റെ ആഫ്റ്റർ 1 month ഓഫ് പ്രഗ്നൻസി എന്തുണ്ടാവുന്നുണ്ട്? ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, കുറെ പ്രാവശ്യം പ്രീവിയസിൽ ചോദിച്ചതുമാണ്. 1 month കഴിയുമ്പോ എന്തുണ്ടായി? എംബ്രിയോടെ ഹാർട്ട് ഉണ്ടായി. ആൻഡ് ഈ അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ പ്രീവിയസിൽ ദ ഫസ്റ്റ് സൈൻ ഓഫ് ഗ്രോയിങ് ഫീറ്റസ് എങ്ങനെയാണ് നോട്ടീസ് ചെയ്യാൻ പറ്റുക? നമ്മുടെ സ്റ്റെത്തസ്കോപ്പിലെ കൂടി നമ്മുടെ ഹാർട്ട് സൗണ്ട് ലിസൺ ചെയ്താൽ മനസ്സിലാവും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈ ദി എൻഡ് ഓഫ് 2nd month ചേഞ്ചസ് എന്താണ്? 2nd month എന്തൊക്കെ വന്നു? നമ്മുടെ ലിംസ് ആൻഡ് ഡിജിറ്റ്സ്. ഇനി പറയുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണ്. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്നാൽ 12 weeks. 12 weeks എന്ന് പറഞ്ഞാൽ 3 months. 3rd monthന്റെ എൻഡില് എന്തൊക്കെ ഉണ്ടായി? മേജർ ഓർഗൻ സിസ്റ്റംസ് ഉണ്ടായി. മേജർ ഓർഗൻ സിസ്റ്റംസും ലിംസും എക്സ്റ്റേണൽ ജനൈറ്റൽ അതൊക്കെ ഓർഗൻസിന് താഴെ വരും. അതായത് മേജർ ഓർഗൻ സിസ്റ്റംസ് ഉണ്ടായി. ഇനി അടുത്തത് പറയുന്നത് ഡ്യൂറിങ് 5th month ആണ്. 5th monthന്റെ സമയത്ത് എന്താണ്? നമുക്ക് ഫസ്റ്റ് മൂവ്മെന്റും നോട്ട് ചെയ്യാൻ പറ്റും ആൻഡ് അപ്പിയറൻസ് ഓഫ് ഹെയർ ഓൺ ദി ഹെഡ്. അപ്പൊ 5th monthൽ എന്തൊക്കെ പറയാം? ഫസ്റ്റ് മൂവ്മെന്റ് ആൻഡ് ഹെയർ ഓൺ ഹെഡ് അതൊക്കെ അപ്പിയർ ചെയ്യാൻ തുടങ്ങും. ഇനി പറയുന്നത് എൻഡ് ഓഫ് 2nd trimester. 2nd trimester 24 weeks. 24 weeks എന്ന് പറഞ്ഞാൽ എത്രയാ? 6 months. എങ്ങനെ? നമ്മുടെ ബോഡി ഈസ് കവേർഡ് വിത്ത് ഫൈൻ ഹെയർ
ഐലിഡ്സ് സെപ്പറേറ്റ് ആവും ആൻഡ് ഐ ലാഷസ് ആർ ഫോംഡ്. ഫൈൻ ഹെയർ, ഐലിഡ്സ് സെപ്പറേറ്റ് ചെയ്യും, ഐ ലാഷസ് ഫോം ചെയ്തു. ഇത്രയും 6 മന്തിന്റെ എൻഡിൽ കഴിഞ്ഞു. ഇനി അടുത്ത പറയുന്നത് ബൈ ദ എൻഡ് ഓഫ് 9 months. 9 months ഫീറ്റസ് എങ്ങനെയാ ഫുള്ളി ഡെവലപ്ഡും റെഡി ഫോർ ഡെലിവറി ആയി. അത് അത്രയും കോമൺ സെൻസ് ഉപയോഗിച്ചാൽ കിട്ടും. പക്ഷെ ഇത്രയും സാധനങ്ങൾ ഈ ഫസ്റ്റ് മന്തിലെ ഹാർട്ട്, സെക്കൻഡ് മന്തിലെ ലിംസ് ആൻഡ് ഡിജിറ്റ്സ്, തേർഡ് മന്തിലെ മേജർ ഓർഗൻ സിസ്റ്റം, ഫിഫ്ത്ത് മന്തിലെ ചേഞ്ചസ്, ഫൈനലി 6th മന്തിലെ ചേഞ്ചസ് MCQ ചോദിച്ചാൽ പറയാൻ അറിഞ്ഞിരിക്കണം. ആൻഡ് ബൈ ദി എൻഡ് ഓഫ് സെക്കൻഡ് മന്ത് ആണ് ഹാർട്ട് ഡെവലപ്ഡ് ഒരു സ്റ്റേറ്റ്മെന്റ് എന്നാൽ അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കുന്ന അത്രയും രീതിയിൽ പഠിച്ചു വെക്കണം. ഇനി കാണാൻ പോകുന്നത് പാർച്ചുറേഷൻ ആൻഡ് ലാക്ടേഷൻ. നമുക്കറിയാം ജസ്റ്റേഷൻ പീരീഡ് അല്ലെങ്കിൽ ആവറേജ് ഡ്യൂറേഷൻ ഓഫ് ഹ്യൂമൻ പ്രഗ്നൻസി എന്ന് പറയുന്നത് 9 months ആണ് നമ്മൾ കണ്ടിരുന്നു. ആൻഡ് ഈ 9 monthsന്റെ എൻഡില് എങ്ങനെ ഈ യൂട്രസിന് വിഗറസ് കോൺട്രാക്ഷൻ അണ്ടർഗോ ചെയ്യാൻ തുടങ്ങും. ഈ വിഗറസ് കോൺട്രാക്ഷൻ വഴിയാണ് നമ്മുടെ എക്സ്പൾഷൻ ഓഫ് ഫീറ്റസ് അല്ലെങ്കിൽ ഡെലിവറി ഓഫ് ഫീറ്റസ് നടക്കുന്നത്. ആൻഡ് ഈ ഡെലിവറി ഓഫ് ഫീറ്റസ് അല്ലെങ്കിൽ ചൈൽഡ് ബർത്തിനെ നമ്മൾ എന്ത് പേരിൽ വിളിച്ചു? പാർച്ചുറേഷൻ എന്ന് വിളിച്ചു. അപ്പൊ പാർച്ചുറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് എന്താ? ഫൈനൽ ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ ദ പ്രോസസ് ഓഫ് ഡെലിവറി ഓഫ് ദി ഫീറ്റസ്. ആൻഡ് നമുക്ക് അറിയാം 9 months ആയി, ഇനി ബേബി പുറത്ത് വരുന്നത് എവിടെന്നെങ്കിലും ഒരു സിഗ്നൽ ഉണ്ടെങ്കിലേ നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആരാണ്? ഒരു കോംപ്ലക്സ് ന്യൂറോ എൻഡോക്രൈൻ. അതായത് ന്യൂറോ എന്ന് പറഞ്ഞാൽ ബ്രെയിനും ഇൻവോൾവ് ആണ്, എൻഡോക്രൈൻ എന്ന് പറഞ്ഞാൽ ഹോർമോൺസും ഇൻവോൾവ് ആണ്. ഒരു ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം ആണ്. ആൻഡ് ഈ സിഗ്നൽസ് ഈ ഫീറ്റസിലേക്ക് പോകണമെങ്കിൽ ആ സിഗ്നൽസ് പോകുന്നതും ആൻഡ് ആ സിഗ്നൽസിന്റെ പോകുന്നതിന്റെ എൻഡില് പ്ലാസന്റ പതുക്കെ യൂട്രൈൻ കോൺട്രാക്ഷൻ തുടങ്ങുന്നതിനെ നമ്മൾ എന്തായിട്ട് വിളിച്ചു? ഫീറ്റൽ ഇജെക്ഷൻ റിഫ്ലെക്സ് എന്ന് വിളിച്ചു. അതിന് നമ്മൾ എന്ത് വിളിച്ചു? ആ റിഫ്ലെക്സിനെ ഫീറ്റൽ ഇജെക്ഷൻ റിഫ്ലെക്സ് എന്ന് വിളിച്ചു. ആൻഡ് ഈ ഫീറ്റൽ ഇജെക്ഷൻ റിഫ്ലെക്സ് ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തിനെ ട്രിഗർ ചെയ്യും? ഇത് റിലീസ് ഓഫ് ഓക്സിറ്റോസിൻ ഫ്രം ഈ മെറ്റേണൽ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഏതിന്റെ ഫീറ്റൽ പിറ്റ്യൂട്ടറി എന്ന് കൊടുത്താൽ അത് തെറ്റാന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഫീറ്റൽ ഇജെക്ഷൻ റിഫ്ലെക്സ് ഓക്സിറ്റോസിൻ ഉണ്ടാക്കും ഫ്രം വെയർ? മെറ്റേണൽ പിറ്റ്യൂട്ടറി. ആൻഡ് ഈ ഓക്സിറ്റോസിന്റെ ഫംഗ്ഷൻ എന്താ? ഇത് മെറ്റേണൽ യൂട്രൈൻ മസിൽസിൽ ആക്ട് ചെയ്യാൻ തുടങ്ങും, എന്നിട്ട് സ്ട്രോങ്ങർ യൂട്രൈൻ കോൺട്രാക്ഷൻസ് ഉണ്ടാക്കും. ആദ്യം ഇനീഷ്യൽ സിഗ്നൽസ് ഫോർ പാർച്ചുറേഷൻ ഏതാണ് ഇൻഡ്യൂസ് ചെയ്തത്? മൈൽഡ് യൂട്രൈൻ കോൺട്രാക്ഷൻ ആയിരുന്നു. ആ മൈൽഡ് യൂട്രൈൻ കോൺട്രാക്ഷനാണ് നമ്മൾ ഫീറ്റൽ ഇജെക്ഷൻ റിഫ്ലെക്സ് എന്ന് പറഞ്ഞത്. ഇനി ഫീറ്റൽ ഇജെക്ഷൻ റിഫ്ലെക്സിന് സ്ട്രോങ് യൂട്രൈൻ കോൺട്രാക്ഷൻ ആണെന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്നാൽ അത് തെറ്റാണ്. അതിന് പകരം എന്താ? മൈൽഡ് യൂട്രൈൻ കോൺട്രാക്ഷൻ ആണ്. ആൻഡ് അടുത്തത് ഓക്സിറ്റോസിൻ റിലീസ് നടന്നു. ഓക്സിറ്റോസിൻ റിലീസ് കഴിഞ്ഞ് നടക്കുന്ന കോൺട്രാക്ഷൻ എങ്ങനെയുള്ളതായിരിക്കും? സ്ട്രോങ്ങർ യൂട്രൈൻ കോൺട്രാക്ഷൻ ആയിരിക്കും. ഇനി ഇതൊരു സൈക്കിൾ പോലെ പോയി. ഈ സ്ട്രോങ് യൂട്രൈൻ കോൺട്രാക്ഷൻ എഗെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യും ആരുടെ റിലീസിനെ? ഓക്സിറ്റോസിന്റെ റിലീസിനെ. ആൻഡ് ഈ സ്റ്റിമുലേറ്ററി റിഫ്ലെക്സ് ബിറ്റ്വീൻ യൂട്രൈൻ കോൺട്രാക്ഷൻ ആൻഡ് ഓക്സിറ്റോസിൻ കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കോൺട്രാക്ഷന്റെ സ്ട്രെങ്ത് കൂടി വരും. ആൻഡ് ഫൈനലി നമ്മുടെ ബർത്ത് കനാൽ എന്ന് പറഞ്ഞാൽ സെർവിക്സ് ആൻഡ് വെജൈന, ആ രണ്ടെണ്ണത്തിന്റെയും സെർവിക്സ് ആൻഡ് വെജൈന ഇൻക്ലൂഡ് ആയിട്ടുള്ള ബർത്ത് കനാലിന്റെ കൂടി ബേബീനെ എക്സ്പെൽ ചെയ്ത് ഫൈനലി പാർച്ചുറേഷൻ നടക്കും. ഇനി ഇതിന്റെ പുറകെ തന്നെ ഈ ബേബിയുടെ ചൈൽഡ് ബർത്ത് കഴിയുമ്പോൾ തന്നെ ബാക്കിലെ ആരും കൂടി വരും? നമ്മുടെ പ്ലാസന്റ കൂടി എക്സ്പെൽഡ് ആവും. ഇനി അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടു? ഫസ്റ്റ് ആദ്യം ഒരു ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം എന്ന് കണ്ടു. ആൻഡ് സിഗ്നൽസ് ഇനീഷ്യേറ്റ് ചെയ്യും എവിടുന്ന്? ഒറിജിനേറ്റ് ചെയ്യുന്നത് ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് എന്നാണ്. ആൻഡ് ദി പ്ലാസന്റ ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസിന് പതുക്കെ ഫീറ്റസ് പറയും എങ്ങോട്ട്? ബ്രെയിനിലോട്ട് പറയും, ഇപ്പൊ എനിക്ക് ഡെലിവറി ആവാനുള്ള സമയമായി. ആ സിഗ്നല് പ്ലാസന്റയില് മൈൽഡ് കോൺട്രാക്ഷൻ ഉണ്ടാക്കും. അതിനെ നമ്മൾ ഫീറ്റൽ ഇജെക്ഷൻ റിഫ്ലെക്സ് എന്ന് വിളിച്ചു. ആൻഡ് പ്ലാസന്റയില് മൈൽഡ് കോൺട്രാക്ഷൻ നടക്കുമ്പോൾ മെറ്റേണൽ പിറ്റ്യൂട്ടറിന്ന് ഇത് ഓക്സിറ്റോസിൻ ഉണ്ടാകാൻ റീസൺ ആവും. ആൻഡ് ഓക്സിറ്റോസിൻ എന്ത് ചെയ്യും? അഗെയിൻ ഈ യൂട്രൈൻ കോൺട്രാക്ഷനെ സ്ട്രോങ്ങർ ആക്കും. ഈ ഓക്സിറ്റോസിൻ അഗെയിൻ സ്ട്രോങ്ങർ യൂട്രൈൻ കോൺട്രാക്ഷൻ ഉണ്ടാക്കും. ഈ യൂട്രൈൻ കോൺട്രാക്ഷൻ അഗെയിൻ ഓക്സിറ്റോസിൻ ഉണ്ടാക്കും. ഓക്സിറ്റോസിൻ അഗെയിൻ സ്റ്റിമുലേറ്ററി റിഫ്ലെക്സ് പോലെ സൈക്കിൾ അത് കൂടി ഫൈനലി എന്ത് പറ്റും? എക്സ്പൾഷൻ ഓഫ് ബേബി ത്രൂ ദി ബർത്ത് കനാൽ, അതായത് പാർച്ചുറേഷൻ സംഭവിക്കും. ആൻഡ് ഇതിന്റെ ബാക്ക് കൂടി എന്തും കൂടി വരും? നമ്മുടെ പ്ലാസന്റയും കൂടി വരും. ഇനി
ദ മാമറി ഗ്ലാൻസ് ഓഫ് ദ ഫീമെയിൽ അണ്ടർഗോ ഡിഫറൻസിയേഷൻ ഡ്യൂറിങ് പ്രഗ്നൻസി. നമുക്കറിയാം ചൈൽഡ് ബർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ന്യൂട്രീഷന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം. അപ്പൊ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണമെങ്കിൽ ബ്രസ്റ്റിന്റെ ഡെവലപ്മെന്റ് നടക്കണം. മാമറി ഗ്ലാൻഡ് എപ്പോ നടക്കും? അണ്ടർഗോ ഡിഫറൻസിയേഷൻ ഈ ഡ്യൂറിങ് ഈ 9 months ഓഫ് പ്രഗ്നൻസിയുടെ സമയത്ത് ഈ മാമറി ഗ്ലാൻഡിനും കൂടി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ നടന്നിട്ട് അറ്റ് ദി എൻഡ് ഓഫ് പ്രഗ്നൻസി ലാക്ടേഷൻ എന്ന പ്രോസസ് അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷൻ തുടങ്ങും. ആൻഡ് ഇതെന്തിനാ ഹെൽപ്പ് ചെയ്യുക? ഫീഡിങ് ദ ന്യൂ ബോൺ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ദ മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ ഇനീഷ്യൽ ഫ്യൂ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ എന്ന് വിളിച്ചു കൊളോസ്ട്രം. കൊളോസ്ട്രം പലതവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും ആൻഡ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഈ ചാപ്റ്ററിന് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കൊളോസ്ട്രം. ഇനീഷ്യൽ ഫ്യൂ ഡേയ്സിൽ ലാക്ടേഷന്റെ ഇനീഷ്യൽ ഫ്യൂ ഡേയ്സിൽ കാണുന്ന മിൽക്കിനെ നമ്മൾ കൊളോസ്ട്രം എന്ന് വിളിച്ചു. ആൻഡ് കൊളോസ്ട്രത്തിലെ ഇമ്പോർട്ടൻസ് എന്താ? കണ്ടെയ്ൻസ് സെവറൽ ആന്റിബോഡീസ് ആബ്സല്യൂട്ട്ലി എന്തിന് നെസസറി ടു ഡെവലപ്പ് റെസിസ്റ്റൻസ് ഫോർ ദി ന്യൂ ബോൺ ബേബീസ്. ന്യൂ ബോൺ ബേബീസിന് അസുഖത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫെക്ഷനിൽ നിന്നും റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഇൻഫെക്ഷനെതിരെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ആന്റിബോഡീസ് ആവശ്യമുണ്ട്. ആ ആന്റിബോഡീസ് എവിടെ നിന്ന് വരുന്നു? കൊളോസ്ട്രം അല്ലെങ്കിൽ ഇനീഷ്യൽ ഡേയ്സിലെ ലാക്ടേഷൻ നടക്കുന്ന മിൽക്കിനെ നമ്മൾ കൊളോസ്ട്രം എന്ന് വിളിച്ചു. ആൻഡ് അതുകൊണ്ട് തന്നെ കുഞ്ഞ് ജനിച്ച ഉടനെ ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്നത് ഇനീഷ്യൽ പീരീഡിൽ നെസസറി ആണ്, മസ്റ്റ് ആണ്. എങ്ങനെ? ബ്രസ്റ്റ് ഫീഡിങ് നടക്കുന്നത്. എന്നാലേ ഒരു ഹെൽത്തി ബേബിനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ ചാപ്റ്റർ എൻഡ് ചെയ്തു. അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടു? ആദ്യം സെക്സ് ഡിറ്റർമിനേഷൻ കണ്ടു. ഇനി സെക്സ് ഡിറ്റർമിനേഷൻ കഴിഞ്ഞ് ഡിവിഷൻ എങ്ങനെ നടന്നു ഈ ഡയഗ്രത്തിൽ നോക്കി നമുക്ക് മനസ്സിലാവും. എങ്ങനെ ട്രാൻസ്പോർട്ട് എങ്ങനെയാ നടക്കുന്ന? ഫസ്റ്റ് നമ്മുടെ പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി oocyte ഉണ്ടാവുന്ന സ്ട്രക്ചർ. ഇതിന് ഒരൊറ്റ സ്പേം എൻ്റർ ചെയ്യുള്ളൂ. ആ സ്പേം എൻ്റർ ചെയ്തു ആൻഡ് അത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് സെൽസ് ക്ലീവേജ് നടക്കാൻ തുടങ്ങും. 8 to 16 ലെവൽ ആകുമ്പോൾ നമ്മൾ അതിനെന്ത് വിളിച്ചു? മോറിയുല. ഈ ഡയഗ്രാം തന്നിട്ട് ഐഡന്റിഫൈ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് എഴുതാൻ പാടുള്ളൂ? മോറിയുല. കാരണം NCERT കൊടുത്ത ഡയഗ്രാം ആണ്. ആൻഡ് നമ്മൾ അതിന്റെ സെൽസ് എണ്ണി നോക്കിയാൽ നമുക്ക് 8 സെൽസ് കാണാൻ പറ്റും. അപ്പൊ എങ്ങനെയാ? ആ പറയുന്ന ഡെഫിനിഷനും കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് 8 to 16 സെൽഡ് ബ്ലാസ്റ്റോമിയസ് ഉള്ള സ്റ്റേജ് ആണ് മോറിയുല എന്നുള്ളത്. ഇനി ഈ എച്ച് തന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ബ്ലാസ്റ്റോസിസ്റ്റ് ഇംപ്ലാന്റേഷൻ. ആൻഡ് ഈ ഡയഗ്രാം തന്നിട്ട് അഗൈൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഗിവ്സ് ദി ഡയഗ്രാം അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ്സ് ദ ഫോളോയിങ് ഡയഗ്രാം എന്ന് വെച്ചാൽ എന്ത് പറയാൻ പറ്റണം? ബ്ലാസ്റ്റോസിസ്റ്റ്. അപ്പൊ ഈ ലേബലിംഗ്സിലെ ഡയഗ്രാംസ് നോക്കി വെക്കാം. ആൻഡ് അതിന്റെ ഡിവിഷൻ പറഞ്ഞു, ഇംപ്ലാന്റേഷൻ പറഞ്ഞു, ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് ഹോർമോണൽ ചേഞ്ചസ് പറഞ്ഞു. ആൻഡ് ഈ ഡയഗ്രാം എപ്പോഴും ചോദിക്കുന്നതാണ് ലേബലിംഗ് ചെയ്യാൻ വേണ്ടി. പ്ലാസെന്റൽ വില്ലൈ എന്താ? ക്യാവിറ്റി ഓഫ് യൂട്രസ് ഏതാണ്? യോഗ് സാക്ക്. ഈ സ്ട്രക്ചർ ആണ് യോഗ് സാക്ക്. ആൻഡ് എംബ്രിയോ എന്താണ്? ഇത് പ്ലഗ് ഓഫ് മ്യൂക്കസ് ഇൻ സെർവിക്സ് ആണ്. ആൻഡ് ഫൈനലി അംബ്ലൈക്കൽ കോഡ് വിത്ത് ഇറ്റ്സ് വെസൽ. ഇത്രയും സാധനങ്ങൾ ലേബൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. പാർച്ചുറേഷൻ ആൻഡ് ലാക്ടേഷൻ നമ്മൾ കണ്ടു. ഇനി ഇതിന്റെ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിരുന്നു. ജെസ്റ്റേഷൻ പീരീഡ് ഇവിടെ ഒരു ചോദിക്കുന്ന ഹൗ മെനി മന്ത്സ് ഓഫ് പ്രഗ്നൻസി എത്രയാണ് ഡോഗ്സിലും എലിഫന്റ്സിലും കാറ്റ്സിലും നോക്കാം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എലിഫന്റ്സിൽ 22 months ആണ്. ആൻഡ് ബഫലോയില് 10 months. ഇനി നമ്മൾ കൊളോസ്ട്രം എന്താന്ന് പറഞ്ഞു, അത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. പ്ലാസിന്റെ കണ്ടു. എന്താണ് പ്ലാസിന്റെ ഏതൊക്കെ സെക്രീറ്റ് ചെയ്യും? അതൊരു ടെമ്പററി ആയിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്, ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ്. ആൻഡ് അറ്റ് അറൌണ്ട് 12 വീക്സിൽ അത് ഉണ്ടാവും. അതിന്റെ ഫോർമേഷൻ കംപ്ലീറ്റഡ് ആവും. ആൻഡ് അതെന്തൊക്കെ ഉണ്ടാകും? ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, HCG, ഹ്യൂമൻ കോറിയോണിക് ഗോണാഡോട്രോപ്പിൻ ആൻഡ് ഹ്യൂമൻ കോറിയോണിക് തൈറോട്രോപ്പിൻ, ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കും നമ്മൾ കണ്ടു. ഇനി പാർച്ചുറേഷന് നമ്മൾ എന്ത് കണ്ടു? പാർച്ചുറേഷനിൽ നമ്മുടെ പ്ലാസന്റയും ഫുള്ളി ഫോംഡ് ആയിട്ടുള്ള ഫീറ്റസും കൂടി എക്സ്പൾഷൻ നടക്കാണ്. അതിനെയാണ് നമ്മൾ പാർച്ചുറേഷൻ എന്ന് വിളിച്ചത്. പാർച്ചുറേഷൻ, expulsion of what? Placenta along with fully formed fetus. ഇനി ചില സമയം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഡു യു തിങ്ക് ദ ഡോക്ടേഴ്സ് ഇൻജെക്ട് ടു ഇൻഡ്യൂസ് ഡെലിവറി? നമുക്കറിയാം ഓക്സിറ്റോസിൻ ആണ് ഇമ്പോർട്ടന്റ് ഫോർ ഈ സ്റ്റിമുലേറ്ററി റിഫ്ലെക്സ് ഉണ്ടാക്കാൻ വേണ്ടി.
പക്ഷെ ഓക്സിറ്റോസിന്റെ ഒരു ആർട്ടിഫിഷ്യൽ ഓക്സിറ്റോസിൻ നമ്മൾ എക്സ്റ്റേണലി ചിലപ്പോൾ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അതായത് ഡെലിവറി ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. ആ ആർട്ടിഫിഷ്യൽ ഓക്സിറ്റോസിനെ നെയിം ചെയ്യാൻ പറഞ്ഞാൽ എന്ത് പറയും? പിറ്റോസിൻ. ആർട്ടിഫിഷ്യൽ ഓക്സിറ്റോസിൻ വിച്ച് ഇസ് ഇൻജെക്റ്റഡ് ടു ഇൻഡ്യൂസ് ഡെലിവറി, അതിനെന്ത് വിളിച്ചു? പിറ്റോസിൻ എന്ന് വിളിച്ചു. ഇനി കൊളോസ്റ്ററിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് NCERT എക്സസൈസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹ്യൂമൻസ് എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ഹ്യൂമൻസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണോ? സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ അതിന്റെ ആൻസർ സെക്ഷലി. ആൻഡ് ഹ്യൂമൻസ് എങ്ങനെയാ? എഗ് ആണോ ലേ ചെയ്യുന്നത്, അല്ല ഗിവ് ബർത്ത് ടു യങ് വൺസ് ആണോ? അല്ല എഗ് ലേ ചെയ്ത് അതിൽ നിന്ന് യങ് വൺസ് പിന്നെ ഉണ്ടാവുകയാണോ ചെയ്യുക? എങ്ങനെയാണ്? ഹ്യൂമൻസ് ആർ വിവിപാരസ്, അതായത് അവര് യങ് വൺസിനെ ഡയറക്ട്ലി ഡെലിവർ ചെയ്യാറാണ്. ഇനി ഫെർട്ടിലൈസേഷൻ എങ്ങനെയാന്ന് നമുക്കറിയാം. ഫീമെയിലിന്റെ ബോഡീന്റെ ഉള്ളിലാണ് ഫെർട്ടിലൈസേഷൻ. സ്പേം അവിടെ എത്തി എഗ്ഗുമായിട്ട് അല്ലെങ്കിൽ സെക്കൻഡറി യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഓവമുമായിട്ട് ഫ്യൂഷൻ നടത്തിയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പൊ എങ്ങനെയാ? ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ആൻഡ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമിറ്റ്സ് എങ്ങനെയാണ്? നമുക്കറിയാം സ്പീഷീസിന്റെ നമ്പർ പ്രിസർവ് ചെയ്ത് വരണമെങ്കിൽ എങ്ങനെയായിരിക്കണം? ഹാപ്ലോയിഡ് ആയാല് എന്താണ് നമ്മുടെ 46 ക്രോമസോംസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും അക്രോസ് ജനറേഷൻസ്. ആൻഡ് സൈഗോട്ട്, ഉണ്ടായി വരുന്ന സൈഗോട്ട് എങ്ങനെ? ഡിപ്ലോയിഡും ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് ഓവം ഫ്രം എ മെച്ചോർ ഫോളിക്കിൾ നമ്മൾ എന്ത് വിളിച്ചു? നമുക്കറിയാം ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞാണ് റിലീസ് ഓഫ് ഓവം, ഓവ്യുലേഷൻ. ആൻഡ് ഓവ്യുലേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്നത് ഏത് ഹോർമോൺ ആണ്? നമുക്കറിയാം അറ്റ് ദി 14th ഡേ അറൌണ്ട് അല്ലെങ്കിൽ ബിഫോർ 14th ഡേ LH സർജ്, ലൂട്ടനൈസിങ് ഹോർമോണിന്റെ സർജ് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്ത പീക്ക് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ LH സർജിന്റെ റിസൾട്ട് ആയിട്ടാണ് ഓവ്യുലേഷൻ എന്ന പ്രോസസ് നടക്കുന്നത്. ആൻഡ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമിറ്റ്സിനെ എന്ത് വിളിച്ചു? ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ എവിടെയാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്? നമുക്കറിയാം ഫലോപ്പിയൻ ട്യൂബ് ഓഫ് ദി ഫീമെയിൽ. ഫലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്ട് എന്നും പറയാം. ഇനി സൈഗോട്ട് ഡിവൈഡ്സ് ടു ഫോം ഡാഷ് വിച്ച് ഇസ് ഇംപ്ലാന്റഡ് ഇൻ യൂട്രസ്. ഇവിടെ ഇംപ്ലാന്റഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇംപ്ലാന്റഡ് ആവുന്ന ഫോം ഏതാണ്? ബ്ലാസ്റ്റോസിസ്റ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ട്രക്ചർ വിച്ച് പ്രൊവൈഡ്സ് വാസ്കുലാർ കണക്ഷൻ ബിറ്റ്വീൻ ഫീറ്റസ് ആൻഡ് യൂട്രസ്. എന്താണ്? നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു, അറ്റ് അറൌണ്ട് 12 വീക്സ് ഫോം ചെയ്യുന്ന പ്ലാസെന്റ. ഇനി ഡ്രോ ലേബിൾഡ് ഡയഗ്രാം ഓഫ് ദി മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഈ ഡയഗ്രാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ലേബിൾഡ് ഡയഗ്രാം ചോദിക്കുമ്പോൾ വരക്കേണ്ടത്. ആൻഡ് ലേബിൾ ഡയഗ്രാം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ലേബിൾ ചെയ്യണം? യൂറിറ്റർ തൊട്ട് ഓർഡറിൽ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ആദ്യം സ്ക്രോട്ടത്തിനുള്ള ടെസ്റ്റിസ് തൊട്ട് തുടങ്ങുക. അതിൽ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് വരച്ചു. ആൻഡ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് വന്ന് എന്ത് ചെയ്യും? ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് വന്ന് പതുക്കെ റീറ്റേ ടെസ്റ്റിസിലേക്ക്, അതായത് അങ്ങനത്തെ ഒരു ചാനലിലേക്ക് പോവും. അവിടെ നിന്ന് സ്പേമിന് എന്ത് ചെയ്യും? വാസ എഫറൻഷ്യ വഴി ഏതിലേക്ക് പോവും? എപ്പിഡിഡൈമിസിലേക്ക് പോവും. ആൻഡ് എപ്പിഡിഡൈമിസിൽ നിന്ന് കുറച്ചെല്ലാം സ്റ്റോർ ചെയ്ത് പിന്നെ ട്രാൻസ്ഫർ നടക്കും. എങ്ങോട്ടേക്ക്? നമ്മുടെ വാസ് ഡെഫറൻസിലേക്ക്. ആൻഡ് വാസ് ഡെഫറൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി അതിനെന്താ സംഭവിക്കുക? അത് പോയി സെമൈനൽ വെസിക്കിളിന്റെ സെക്രീഷനും കൂടി വന്ന് ആ 2 സെക്രീഷനും കൂടി ഓപ്പൺ ചെയ്യുന്നത് ഏത് ഡക്റ്റിലാണ്? ഇജാക്കുലേറ്ററി ഡക്ട് വന്ന് ഓപ്പൺ ചെയ്യും. ആൻഡ് അത് താഴോട്ട് വരുമ്പോ അതിൽ ഏതൊക്കെ സെക്രീഷൻസ് ആഡഡ് ആവുന്നുണ്ട്? നമ്മുടെ പ്രോസ്റ്റേറ്റിന്റെ 1 pair of പ്രോസ്റ്റേറ്റിന്റെ സെക്രീഷൻ ആൻഡ് 1 pair of ബൾബോ യൂറിത്രൽ ഗ്ലാൻഡിന്റെ സെക്രീഷൻ. ഇത്രയും സെക്രീഷൻസ് വന്ന് ആൻഡ് ഇനി എങ്ങോട്ട് വരും? യൂറിത്ര വഴി സ്പേംസ് പുറത്തേക്ക് ഇജാക്കുലേറ്റഡ് ആവും. ഇനി പീനിസിന്റെ ലേബിളിംഗ് നോക്കുകയാണെങ്കിൽ യൂറിത്ര ലേബിൾ ചെയ്യണം ഫോർ സ്കിൻ ആൻഡ് ദി എൻലാർജ്ഡ് ടിപ്പ് വിച്ച് ഇസ് കോൾഡ് ഗ്ലാൻസ് പീനിസ്. ഇത്രയും സാധനങ്ങൾ ലേബിൾ ചെയ്താൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതേപോലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ലേബിൾ ചെയ്യാനാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ സൈഡ് വ്യൂ ആയിട്ട് ഇങ്ങനെയും വരക്കാം. ഇനി ഫ്രണ്ട് വ്യൂ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ടെസ്റ്റിസിന് ടെസ്റ്റിസ് വാസ എഫറൻഷ്യ ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ് വന്ന് അങ്ങനെ എപ്പിഡൈമിസ്
വാസ്റ്റ് ഡിഫറൻസ്, ഇത്രയും സാധനങ്ങൾ ഉള്ള ഡയഗ്രാം വരക്കാം. ഇനി ഡ്രോ ലേബിൾ ഡയഗ്രാം ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓവറി, പെയർ ഓഫ് ഓവറീസ് വരക്കാം. ആൻഡ് ഓവറി കഴിഞ്ഞ് എന്ത് വരക്കണം? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് വിച്ച് ഇസ് കോൾഡ് ഫിംബ്രിയെ. ആൻഡ് ഫിംബ്രിയെ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? ഇൻഫണ്ടിബിളത്തിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ഇൻഫണ്ടിബിളത്തിന് അത് ആംപ്യുളിലേക്ക് പോയി ആംപ്യുളേന്ന് ദ നാരോവസ്റ്റ് പാർട്ടില് അതായത് ഇസ്തമസിലേക്ക് പോവാണ്. ആൻഡ് ഇസ്തമസ് കഴിഞ്ഞ് അത് എങ്ങോട്ടേക്ക് വരുന്നു? അത് യൂട്രസിലേക്ക് വരുന്നു. ആൻഡ് യൂട്രസിന്റെ പാർട്സ് നമുക്ക് വരക്കണം. ആദ്യം അതിന്റെ ടോപ്പ് പാർട്ടിന് യൂട്രൈൻ ഫണ്ടസ് എന്ന് വിളിച്ചു. ആൻഡ് അത് കഴിഞ്ഞ് എന്താ? നമ്മുടെ യൂട്രൈൻ ഫണ്ടസ് കഴിഞ്ഞാൽ അതിന്റെ ബോഡി, ലാസ്റ്റ് ലോവർ പാർട്ട്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എങ്ങനെയാണ്? നമ്മുടെ ഓവറിന്ന് ഫിംബ്രിയ വരച്ചു, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണിച്ചു, അതിൽ നിന്ന് ഇൻഫണ്ടിബിളും ആംപ്യുല, ഇസ്തമസ്, നാരോസ്റ്റ് പാർട്ടായ ഇസ്തമസ്. ഇത്രയും സാധനങ്ങൾ ഏതിന്റെ പാർട്ടാണ്? ഫെലോപ്പിയൻ ട്യൂബ് വേർ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്. ആൻഡ് അതിൽ നിന്ന് യൂട്രസിലേക്ക് വന്നു, യൂട്രൈൻ ക്യാവിറ്റിയിലേക്ക് വന്നു. ആൻഡ് ലാസ്റ്റ് പാർട്ട് ഓഫ് യൂട്രൈൻ ക്യാവിറ്റി, ആൻഡ് അതെന്താണ്? സെർവിക്സ്. സെർവിക്സ് സെർവൈക്കൽ കനാലിലേക്ക് വന്നു. ആൻഡ് ഫൈനലി വെജൈനയിലേക്ക് കൂടി എത്തി പുറത്തേക്ക്. ആൻഡ് ഇത്രയും എക്സ്റ്റേണൽ ജെനിറ്റേലിയ വരെയുള്ള ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്ട്. ഇനി യൂട്രൈൻ വാളിനെ എഗെയിൻ ഡിവൈഡ് ചെയ്തു. എങ്ങനെ? ഒരു ഇന്നർമോസ്റ്റ് ലെയർ എൻഡോമെട്രിയം, അതിന്റെ പുറത്ത് മസിൽസ് ഉള്ള, സ്മൂത്ത് മസിൽസ് ഉള്ള, യൂട്രൈൻ കോൺട്രാക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ലെയർ മയോമെട്രിയം. ആൻഡ് ഫൈനലി ഏറ്റവും പുറത്തെ ലെയർ ഏതാ? പെരിമെട്രിയം. ഇത്രയും വരച്ചു കഴിഞ്ഞാല് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആയി. ഇനി 2 മേജർ ഫങ്ഷൻസ് ഏതിന്റെ? ടെസ്റ്റിസിന്റെയും ഓവറിന്റെയും മേജർ ഫങ്ഷൻസ്. നമുക്കറിയാം ടെസ്റ്റിസ് അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ മേജർ പാർട്ട്. ഒന്നാമത് ഗാമിറ്റ്സ് ഉണ്ടാക്കുക. ആൻഡ് ഈ ഗാമിറ്റ്സിന്റെ കൂടെ തന്നെ എന്ത് കൂടി ഉണ്ടാക്കണം? മെയിൽ സെക്സ് ഹോർമോൺസ് കൂടി ഉണ്ടാക്കുക. അപ്പൊ മേജർ 2 ഫങ്ഷൻസ് എന്താ? സ്പെർമറ്റോസോവ അതായത് സ്പെർമറ്റോജെനസിസ്, സ്പേംസ് ഉണ്ടാക്കുക. ആൻഡ് മെയിൽ സെക്സ് ഹോർമോൺസ് ആയ ടെസ്റ്റോസ്ട്രോൺ കൂടി ഉണ്ടാക്കുക. ഇനി ഇതേപോലെ സെയിം രീതിയിൽ ഓവറിന്റെ എങ്ങനെയാ? ഓവം ഉണ്ടാക്കുക, ഊജെനസിസ്. ആൻഡ് ഫീമെയിൽ സെക്സ് ഹോർമോൺ ആയ ഈസ്ട്രജൻ കൂടി ഉണ്ടാക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദി സ്ട്രക്ചർ ഓഫ് സെമിനിഫെറസ് ട്യൂബ്യൂൾ. സെമിനിഫെറസ് ട്യൂബ്യൂളിന്റെ സ്ട്രക്ചർ NCERT-ലും കൊടുത്തിരുന്നു. സെയിം സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ കാണുന്നത്? ഏറ്റവും പുറത്ത് നമ്മുടെ സ്പെർമറ്റോഗോണിയം അല്ലെങ്കിൽ സ്പെർം മദർ സെല്ലിന്റെ, അതായത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമറ്റോഗോണിയം കാണാൻ പറ്റും. ആൻഡ് അതിന്റെ ഉള്ളിൽ അവര് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് ഉണ്ടാവും. ആൻഡ് ഈ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് എങ്ങനെയാ? ഡിപ്ലോയിഡ് തന്നെയാണ്. ഇത് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്ത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് ഉണ്ടാവും. ആൻഡ് അത് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്ത് ഫൈനലി സ്പെർമാറ്റിഡ്സ് ഉണ്ടാവും. ആൻഡ് ഈ സ്പെർമാറ്റിഡ്സിന് എന്താണ് കുറച്ച് ഡിഫറൻസിയേഷൻ വന്ന് സ്പെർമിയോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ് വഴി ഫൈനലി സ്പെർമറ്റോസോവ അല്ലെങ്കിൽ സ്പേംസ് ഉണ്ടാവും. ആൻഡ് ഈ സ്പെർമറ്റോസോവ ഫൈനലി റിലീസ് ആവുന്ന ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? സ്പെർമിയേഷൻ കൂടി വിളിച്ചു. ഇനി ഹൈലി കോൾഡ് സ്ട്രക്ചർ ആണ് പ്രസന്റ് ഇൻ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ്. ഈച്ച് ലോബ്യൂൾ 2 to 3 സെമിനിഫെറസ് ട്യൂബ്യൂൾസ് കാണാൻ പറ്റും. ആൻഡ് ലൈനിങ് സെൽസ് എന്തൊക്കെയാണ്? നമുക്കറിയാം സ്പെർമറ്റോഗോണിയുണ്ട്. ആൻഡ് ഇടയ്ക്ക് നേർവ് സെൽസ് ആയ സെർട്ടോളി സെൽസും ഉണ്ടാവും. ഇവിടെ സെർട്ടോളി സെൽസിനെ ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ സെർട്ടോളി സെൽസും സ്പെർമറ്റോഗോണിയാണ് ലൈൻ ചെയ്തിരിക്കുന്ന സെൽസ്. ആൻഡ് മെയിൽ ജേം സെൽസ് ആയ സ്പെർമറ്റോഗോണിയം ആണ് ഫൈനലി ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പേംസ് ഉണ്ടാക്കുന്നത്. ആൻഡ് സെർട്ടോളി സെൽസിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ന്യൂട്രിഷൻ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. ഏതിന്? ഈ ഗ്രോയിങ് സ്പെർമറ്റോസോവക്ക്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാല് സ്പെർമറ്റോജെനസിസ് പ്രോസസ് എന്താ ആൻഡ് ബ്രീഫ്ലി ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പെർമറ്റോസോവ. ഇതൊരു 10 പ്രാവശ്യം ചാപ്റ്ററിന്റെ കോഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. സ്പെർമറ്റോസോവ ഉണ്ടാവുന്ന ഫോർമേഷൻ ഉള്ള ഫ്രം സ്പെർമറ്റോഗോണിയം. ഏതില്? നമ്മുടെ സെമിനിഫെറസ് ട്യൂബ്യൂൾസില്. സെമിനിഫെറസ് ട്യൂബ്യൂൾസ് എവിടെ? അഗൈൻ ടെസ്റ്റിസില് അറ്റ് ദി ടൈം ഓഫ് പ്യൂബർട്ടിയിൽ ബിഗിൻ ചെയ്യുന്ന പ്രോസസ് ആണ്. ആൻഡ് സ്പെർമറ്റോഗോണിയ മൈറ്റോസിസ് വഴി എന്തുണ്ടാവുന്നു? പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. ഇതെങ്ങനെയാ? ഡിപ്ലോയിഡ് തന്നെയാണ്. ആൻഡ് ഇതാണ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ
undergo ചെയ്ത് secondary spermatocyte ഉണ്ടായി, which is haploid. And again second meiotic division undergo ചെയ്ത് spermatids ഉണ്ടായി, ഇത് again haploid ആണ്. And spermatids differentiation നടക്കും. ഡിഫറൻസിയേഷനെ പ്രോസസ്സിനെ വിളിക്കുന്നത് spermiogenesis. സ്പെർമിയോജെനസിസ് കഴിഞ്ഞ് സ്പെർമറ്റോസോ ഉണ്ടാവും. ഇനി ഫൈനലി സ്പെർമറ്റോസോയിന്റെ റിലീസിനെ എന്ത് വിളിച്ചു? സ്പെർമിയേഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹോർമോൺസ് ഇൻവോൾവ് ഇൻ റെഗുലേഷൻ ഓഫ് സ്പെർമറ്റോജെനസിസ്. ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. മെയിൽസിന്റെയും ഫീമെയിൽസിനെയും ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ മെയിൽസിനെയാണ് ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മെയിൽസിലെ ഹോർമോണൽ കൺട്രോൾ എങ്ങനെയാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ? ആദ്യം ഹൈപ്പോതലാമസ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഹൈപ്പോതലാമസ് GnRH ഉണ്ടാക്കി. GnRH പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് FSHഉം LHനെയും സ്റ്റിമുലേഷൻ ഉണ്ടാക്കി ആൻഡ് അവന്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കി. FSH ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ നമ്മുടെ സെർട്ടോളി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തു. സെർട്ടോളി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഏത് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്തു? സ്പെർമറ്റോജെനസിസിനെ ഹെൽപ്പ് ചെയ്തു. ആൻഡ് LH ഇതേ സമയം L ഫോർ ലീഡിക് സെൽ അങ്ങനെ ആലോചിക്കാം, പക്ഷെ L ആക്ച്വലി ലൂട്ടനൈസിങ് ഹോർമോൺ തന്നെയാണ്. അപ്പൊ ഓർത്ത് വെക്കാൻ L ഫോർ ലീഡിക് സെൽ. LH ലീഡിക് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ടെസ്റ്റോസ്ട്രോൺ ഉണ്ടാക്കി. ആൻഡ് ഇവരുടെ നെഗറ്റീവ് ഫീഡ്ബാക്കും ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ എടുത്തതാണ്. ഇത്രയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഹോർമോണൽ കൺട്രോൾ. ഇനി ഡിഫൈൻ സ്പെർമിയോജെനസിസ് ആൻഡ് സ്പെർമിയേഷൻ എന്താണ്? ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ തന്നെ 2 പ്രാവശ്യം വന്നു. സ്പെർമറ്റിഡ്സ് ട്രാൻസ്ഫോം ചെയ്ത് സ്പെർമറ്റോസോവ ആവുന്നതിന് ആ ഡിഫറൻസിയേഷന്റെ പ്രോസസ് ആണ് ഏത്? സ്പെർമിയോജെനസിസ്. ആൻഡ് സ്പെർമിയേഷൻ എന്താ? റിലീസ് ഓഫ് സ്പെർംസ് ഫ്രം സെർട്ടോളി സെൽസ് ഇൻ ടു സെമിനിഫറസ് ട്യൂബ്യൂൾ. ഇതിനെയാണ് സ്പെർമിയേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ലേബൽ ഡയഗ്രം ഓഫ് സ്പെർം എന്തൊക്കെ വരക്കണം? ആദ്യം ഹെഡ് വരക്കുക. ആൻഡ് ഹെഡ് കഴിഞ്ഞ് എന്ത് വരക്കണം? നെക്ക് വരക്കുക. നെക്ക് കഴിഞ്ഞ് മിഡിൽ പീസ് ആൻഡ് ഫൈനലി ടെയിൽ. ഇതാണ് മേജർ 4 പാർട്സ്. ആൻഡ് മേജർ 4 പാർട്സ് ഹെഡിൽ എന്തൊക്കെ ഒരു ക്യാപ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ആക്രോസോം. ആക്രോസോമിൽ എന്താണ്? ഹോർമോൺസ്, സ്പെർം ലൈസിൻസ് എന്ന് പറഞ്ഞാൽ ഇത് എൻസൈംസ്, ഹോർമോൺസ് അല്ല എൻസൈംസ് ഉണ്ടാക്കും സിന്തസിസ്. എന്തിന്? നമ്മുടെ ഫെർട്ടിലൈസേഷൻ സ്പെർമിന് ഇറ്റ് മേക്സ് വേ ത്രൂ ദി നമ്മുടെ കോർട്ടിക്കൽ സെൽസിനെയും സോണ പെല്ലൂസിനെയും ക്രോസ് ചെയ്ത് ഫൈനലി ഓവുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള എൻസൈംസ് ഉണ്ടാക്കും. ആൻഡ് ഒരു എലോങ്ങേറ്റഡ് ഏതും കൂടി ഉണ്ട്, ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് നെക്ക് ഉണ്ട്. നെക്ക് കഴിഞ്ഞ് മിഡിൽ പീസ് ഉണ്ട്. ഇതിൽ മൈറ്റോകോൺട്രിയ ഉണ്ട് വിച്ച് പ്രൊവൈഡ്സ് എനർജി സോഴ്സ് ഫോർ സ്വിമ്മിങ്. ഇനി മേജർ കോമ്പണൻസ് ഓഫ് സെമിനൽ പ്ലാസ്മ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. എന്ത്? മ്യൂക്കസ് ഫോർ ലൂബ്രിക്കേഷൻ ആൻഡ് ഫ്രക്ടോസ്, കാൽഷ്യം. ഇതിൽ ഫ്രക്ടോസ് ഉണ്ടാക്കുന്ന ആരാണ്? സെമിനൽ വെസൈക്കിൾ. കാൽഷ്യം ഉണ്ടാക്കുന്നത് മേജർ ആയിട്ട് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ആൻഡ് ascorbic ആസിഡ്, certain enzymes and some secretions of accessory glands. ഇത്രയും കൂടിയാണ് നമ്മുടെ സെമിനൽ പ്ലാസ്മ കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മേജർ ഫങ്ഷൻസ് ഓഫ് മെയിൽ ആക്സസറി ഡക്ട്സ് ആൻഡ് ഗ്ലാൻഡ്സ് എന്താണ്? ഇനി മേജർ ആക്സസറി ഡക്ട്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം. വാസ എഫറൻഷ്യ, എപ്പിഡിഡൈമിസ്, വാസ് ഡെഫറൻസ്, റീറ്റേ ടെസ്റ്റിസ്. ഇത്രയും ഇവര് മേജർ ആക്സസറി ഡക്ട്സിന്റെ നെയിമിംഗ് ഇത്രയൊക്കെയാണ്. ആൻഡ് ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ട്രാൻസ്പോർട്ട് ആൻഡ് ടെമ്പററി സ്റ്റോറിംഗ് സ്പെർമറ്റോസോവ. ഇനി മേജർ ആക്സസറി ഗ്ലാൻഡ്സ് ഏതൊക്കെയാണ്? സെമൈനൽ വെസിക്കിൾസ്, ബൾബോയൂറിത്രൽ ഗ്ലാൻഡ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഇതിന്റെ ഫംഗ്ഷൻ എന്താ? ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുക ടു lubricate the female reproductive system and the sperms and to make way for copulation. ഇത്രയാണ് മേജർ ആക്സസറി ഗ്ലാൻഡ്സിന്റെ ഫംഗ്ഷൻ. ഇനി വാട്ട് ഇസ് oogenesis? ബ്രീഫ് അക്കൗണ്ട് ഓഫ് oogenesis. oogenesis എന്താ? പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെച്ചോർ ഫീമെയിൽ ഗാമെറ്റ്സ്. ആൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? അൺലൈക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പ്യൂബർട്ടിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാ? എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇത് കഴിഞ്ഞാൽ എന്താണ്? മില്യൺസ് ഓഫ് ഊഗോണിയ ഉണ്ടാവുന്നുണ്ട് ഈച്ച് ഫീറ്റൽ ഓവറിൽ. ആൻഡ് ഊഗോണിയ നമുക്കറിയാം ഡിപ്ലോയിഡ് ആണ്. ആൻഡ് ഇത്
ഡിവിഷൻ അണ്ടർഗോ ചെയ്ത് പ്രൈമറി ഊസൈറ്റ് ഉണ്ടാവും. ആൻഡ് പ്രൈമറി ഊസൈറ്റ് അഗൈൻ ഡിവിഷൻ അണ്ടർഗോ ചെയ്ത് സെക്കൻഡറി ഊസൈറ്റ് ഉണ്ടാവും. ആൻഡ് ഫൈനലി സെക്കൻഡറി ഊസൈറ്റ് സ്പേമിനെയും കൂടി ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് സ്പേമുമായിട്ട് മീറ്റ് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെ ഓവം ഉണ്ടാവും. അത്രയും ഓൾറെഡി പഠിപ്പിച്ചതാണ്. ഇനി ഡ്രോ ലേബൽ ഡയഗ്രാം ഓഫ് സെക്ഷൻ ത്രൂ ഓവേറിയൻ. ഓവറിയിലെ കൂടി ഒരു സെക്ഷൻ എടുത്താൽ എന്തൊക്കെ കാണാൻ പറ്റും? ഇതിന്റെ കളർ ഡയഗ്രാം ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഉണ്ട്. ഡയഗ്രമാറ്റിക് സെക്ഷൻ വ്യൂ ഓഫ് ഓവറി. എങ്ങനെ ആദ്യം ഓവറോൾ ഷേപ്പ് വരക്കാം. ആൻഡ് പ്രൈമറി ഫോളിക്കിൾ വരക്കാം. പ്രൈമറി ഫോളിക്കിളിൽ നിന്ന് കുറച്ച് ഗ്രാനുലോസ സെൽസ് ആഡ് ചെയ്ത് സെക്കൻഡറി ഫോളിക്കിൾസ് വരക്കാം. ആൻഡ് സെക്കൻഡറി ഫോളിക്കിൾസ് എങ്ങനെയായിരിക്കും? സെക്കൻഡറി ഫോളിക്കിളിൽ തീക്ക സെൽസും കൂടി നമുക്ക് കാണാൻ പറ്റും. ഇനി ഇത് കഴിഞ്ഞാല് ഈ തീക്ക സെൽസ് ഓർഗനൈസ് ചെയ്ത് ഇന്റേണയും എക്സ്റ്റേണയും ആവും. ഫൈനലി ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി കോൾഡ് ആൻഡ്രം. ഇതാണ് ആ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി കോൾഡ് ആൻഡ്രം. അതും പ്രസന്റ് ആയി. ആൻഡ് ഇത്രയും കാര്യങ്ങൾ സെക്കൻഡറി ഫോളിക്കിൾ ചേഞ്ചസ് വന്നാൽ അതിന് നമ്മൾ ടേഴ്സറി ഫോളിക്കിൾ എന്ന് വിളിച്ചു. ഇനി ടേഴ്സറി ഫോളിക്കിൾ മെച്ചോർ ഗ്രാഫിൻ ഫോളിക്കിൾ ആവുന്നെങ്കിൽ ഈ സെക്കൻഡറി ഓസൈന് ചുറ്റും ഒരു ലെയർ ഫോം ചെയ്യും, വിച്ച് ഇസ് കോൾഡ് സോണ പെല്യൂസിഡ. ഇത്രയും ഫോം ചെയ്യുമ്പോൾ അതെന്തായി? നമ്മുടെ ഗ്രാഫിയൻ ഫോളിക്കിൾ ആയി. അപ്പോൾ പ്രൈമറി വരക്കുക, സെക്കൻഡറി വരക്കുക, ടേഴ്സറി വരക്കുക, ഗ്രാഫിയൻ വരക്കുക. ആൻഡ് ഓവിലേഷന്റെ സമയത്ത് എന്താ നടക്കുന്നതെന്നൊന്ന് ചെറുങ്ങനെ കാണിച്ചു കൊടുക്കുക. റിലീസ് ഓഫ് ഓവം. ആൻഡ് ആ ബാക്കിയുള്ള റെമിനന്റ് എന്താവും? കോർപ്പസ് ലൂട്ടിയം ആവും. ആൻഡ് ഫൈനലി കോർപ്പസ് ആൽബിക്കൻസ് ആയി അത് ഫുൾ ഡീജനറേറ്റ് ചെയ്ത് പോകും. ഈ ഹോൾ സൈക്കിളാണ് ഈ ഡയഗ്രമാറ്റിക് സെക്ഷൻ ഓഫ് ഓവറിയിൽ നമ്മൾ വരക്കേണ്ടത്. ഇനി ഡ്രോ ലേബിൾഡ് ഡയഗ്രാം ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഇപ്പൊ പറഞ്ഞത് തന്നെ എന്തൊക്കെ വരക്കണം? ഫസ്റ്റ് ആൻഡ്രം എന്തായാലും വേണം, ആൻഡ്രം വേണം. സെക്കൻഡറി ഊസൈറ്റ് വേണം. സെക്കൻഡറി ഊസൈറ്റിനെ സറൗണ്ട് ചെയ്ത ഒരു സോണ പെല്യൂസിഡ. ഈ ഇപ്പൊ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന ലെയറാണ് സോണ പെല്യൂസിഡ വേണം. ആൻഡ് അതിന് ചുറ്റും എന്തൊക്കെ വേണം? ആൻഡ്രം വരച്ചു. ആൻഡ് ഗ്രാനുലോസ സെൽസ് കംപ്ലീറ്റ്ലി സെക്കൻഡറി ഊസൈറ്റിനെ സറൗണ്ട് ചെയ്ത് വരച്ചു. ആൻഡ് ഏറ്റവും പുറത്ത് തീക്ക ഇന്റേണ ആൻഡ് തീക്ക എക്സ്റ്റേണ ഏറ്റവും എക്സ്റ്റീരിയർ ആയിട്ട് വരക്കാം. ഇനി നെയിം ദി ഫങ്ഷൻസ് ഓഫ് ദി ഫോളോവിങ്. കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? കോർപ്പസ് ലൂട്ടിയം എന്തുണ്ടാക്കും? പ്രൊജസ്ട്രോൺ ഉണ്ടാക്കും ഫോർ ദി മെയിൻ്റെനൻസ് ഓഫ് എൻഡോമെട്രി, അല്ലെങ്കിൽ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. ഇംപ്ലാന്റേഷൻ വൃത്തിക്ക് നടന്ന് നമ്മുടെ എംബ്രിയോ ഏറ്റവും മോസ്റ്റ് ആഡിക്വേറ്റ്ലി എന്താവാൻ എംബെഡഡ് ആയി ഇംപ്ലാന്റ് ചെയ്തു വെക്കാൻ സഹായിക്കുന്നതാണ് പ്രൊജസ്ട്രോൺ. ആൻഡ് എൻഡോമെട്രിയത്തിന്റെ ഫംഗ്ഷൻ എന്താ? implantation of fertilized ovum. Acrosome എന്താ? filled with enzymes which hydrolyze egg membrane zona pellucida. and zona pellucida മാത്രമല്ല കൊറോണ റേഡിയേറ്റർ സെൽസിനെ എന്ത് സിമെന്റ് ചെയ്താണ് കൊറോണ റേഡിയേറ്റർ സെൽസ് കാണപ്പെടുന്നത്? ഹൈലുറോണിക് ആസിഡ്. അതിനെ അലിയിക്കുന്ന ഹൈലുറോണിഡേസ് എൻസൈംസ് ഉണ്ടാക്കുന്നത് ആരും തന്നെയാണ്? ആക്രോസോം തന്നെയാണ്. ആൻഡ് help the sperm in penetration during the fertilization of the ovum. ഇത്രയും കാര്യങ്ങൾ ആക്രോസോമിന്റെ ഫംഗ്ഷൻ. സ്പേം ടെയിൽ എന്തുകൊണ്ട്? മോട്ടിലിറ്റി എന്ന് പറയുന്ന ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യും. ഫിംബ്രിയ എന്താണ്? ഹെൽപ്സ് ഇൻ കളക്ഷൻ ഓഫ് ഓവം ആഫ്റ്റർ ഓവുലേഷൻ. നമുക്കറിയാം ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. ഇവിടെയാണ് ഓവറെങ്കിലും ഇവിടെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടാക്കും. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടാക്കുമ്പോൾ ഡയറക്ട്ലി ഇവിടുന്ന് ഓവം കളക്ട് ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യും. ഇനി ഐഡന്റിഫൈ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ്. ആൻഡ്രോജൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സെർട്ടോളി സെൽസ്. ശരിയാണോ തെറ്റാണോ? ആൻഡ്രോജൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ നമുക്കറിയാം ലേഡിക് സെൽസ് ആണ്. സെർട്ടോളി സെൽസിന് ന്യൂട്രീഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഫോൾസ്. ഇനി സ്പെർമറ്റോസോവ ഗെറ്റ്സ് ന്യൂട്രീഷൻ ഫ്രം സെർട്ടോളി സെൽസ്. ട്രൂ ആണ്. നമുക്കറിയാം സെർട്ടോളി സെൽസ് അല്ലെങ്കിൽ നേഴ്സ് സെൽസ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി ലേഡിക് സെൽസ് ആർ ഫൗണ്ട് ഇൻ ഓവറി. തെറ്റാണ്. ലേഡിക് സെൽസ് എവിടെയാണ്? ടെസ്റ്റിസിലാണ് കാണപ്പെടുക. ടെസ്റ്റിസിൽ തന്നെ സെമിനിഫറസ് ട്യൂബ്യൂളിലെ ഇന്റർസ്റ്റീഷ്യൽ സെൽസിലാണ് കാണപ്പെടുക. ST ഫോർ സെമിനിഫറസ് ട്യൂബ്യൂൾ. ഇനി ലേഡിക് സെൽസ് സിന്തസൈസ് ആൻഡ്രോജൻസ്. ശരിയാണോ തെറ്റാണോ? ലേഡിക് സെൽസ് നമ്മൾ നേരത്തെ കണ്ട ഡയഗ്രത്തിൽ പറഞ്ഞിരുന്നു. ഇവിടെ LH ആര് സ്റ്റിമുലേറ്റ് ചെയ്തു? ലേഡിക് സെൽസിനെ. ഫൈനലി എന്തുണ്ടാക്കാൻ?
ആൻഡ്രജൻസ് ഉണ്ടാക്കാൻ. ആൻഡ് സെർട്ടോളി സെൽസ് ആണ് എസ് ഫോർ സ്പെർമറ്റോജെനിസിസ്. സ്പെർമറ്റോജെനിസിനെ ഹെൽപ്പ് ചെയ്യുന്നത് സെർട്ടോളി സെൽസ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്തായി? ട്രൂ ആയി. ട്രൂ. ഇനി oogenesis takes place in the corpus luteum. അത് തെറ്റാണ്. പിന്നെ oogenesis എവിടെയാണ്? ഓവറിയിലാണ് നടക്കുന്നത്. അപ്പൊ അത് ഫോൾസ് ആയി. മെൻസ്ട്രുവൽ സൈക്കിൾ സീസസ് ഡ്യൂറിങ് പ്രഗ്നൻസി. എന്തുകൊണ്ടാ? ശരിയാണ്. കാരണം എന്താ? നമ്മുടെ ഇംപ്ലാന്റേഷനെ ഹെൽപ്പ് ചെയ്യണം. എൻഡോമെട്രിയം ബ്ലഡ് വെസലും എൻഡോമെട്രിയം എല്ലാം കൂടി ഷെഡ് ചെയ്യുന്ന പോകുന്നതിനാണ് മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് വിളിക്കുക. പക്ഷെ പ്രഗ്നൻസിയിൽ നമ്മുടെ ഫീറ്റസിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ എൻഡോമെട്രിയം ഷെഡ് ചെയ്താൽ നടക്കുമോ? ഇല്ല. എൻഡോമെട്രിയം ന്യൂട്രീഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ട ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഷെഡിങ് നടന്നാൽ അബോർഷൻ നടക്കും. അതുകൊണ്ട് മെൻസ്ട്രുവൽ സൈക്കിൾ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യും അല്ലെങ്കിൽ സീസ് ചെയ്യും ഡ്യൂറിങ് പ്രഗ്നൻസി. ഇനി presence or absence of hymen is not a reliable indicator of virginity or sexual experience. ഇത് exact sentence ആണ് from NCERT. അപ്പൊ അതെങ്ങനെയാ? ട്രൂ ആയി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് മെൻസ്ട്രുവൽ സൈക്കിൾ? വിച്ച് ഹോർമോൺസ് റെഗുലേറ്റ് മെൻസ്ട്രുവൽ സൈക്കിൾ? നമുക്കറിയാം ഫീമെയിൽ പ്രൈമേറ്റ്സിൽ കാണുന്ന റീപ്രൊഡക്റ്റീവ് സൈക്കിളിനെയാണ് മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് വിളിക്കുക. ഇതിന് എത്ര ഫേസസ് ഉണ്ട്? ആദ്യം ഒരു മെൻസ്ട്രുവൽ ഫേസ് ഉണ്ട്, ഫോളിക്കുലർ ഫേസ് ഉണ്ട്, ഓവുലേറ്ററി ഫേസ് ആൻഡ് ലൂട്ടിയൽ ഫേസ്. 4 ഫേസസ് ആണ് ഉള്ളത്. ഇനി മെൻസ്ട്രുവൽ ഫേസിൽ എന്തൊക്കെ പറ്റും? നമുക്കറിയാം മെൻസ്ട്രുവൽ ഫേസിൽ ആന്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി എങ്ങനെ LH ഏറ്റവും മിനിമം. മെൻസ്ട്രുവൽ ഫേസിൽ എല്ലാ ഹോർമോൺസും മിനിമം ലെവലാണ്. ആൻഡ് മെൻസ്ട്രുവൽ ഫേസിൽ നമുക്കറിയാം എൻഡോമെട്രിയൽ ഷെഡിങ് ആണ് നടക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എൻഡോമെട്രിയം ഓഫ് ദി യൂട്രസ് ബ്രേക്സ് ഡൗൺ. അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമുക്കറിയാം അതൊക്കെ കോർപ്പസ് ലൂട്ടിയം കൂടി. ഇനി ബേബീനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രൊജസ്ട്രോണിന്റെ ആവശ്യമില്ല. അപ്പൊ പതുക്കെ കോർപ്പസ് ലൂട്ടിയം കൂടി ഡീജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രൊജസ്ട്രോണും ഈസ്ട്രജന്റെ ലെവലൊക്കെ ഏറ്റവും മിനിമം ലെവലിലായിരിക്കും. ഇനി ഫോളിക്കുലർ ഫേസ് തുടങ്ങിയാൽ ഗ്രോത്ത് ഓഫ് ഫോളിക്കിൾസ് തുടങ്ങണം. അപ്പൊ എങ്ങനെയാ? ഫോളിക്കിൾസ് ഗ്രോ ചെയ്ത് പതുക്കെ എൻഡോമെട്രിയം ഷെഡ് ചെയ്ത് പോയത് പതുക്കെ പഴയ അവസ്ഥയിലേക്ക് എത്താൻ തുടങ്ങും, റീജനറേഷൻ തുടങ്ങും. അപ്പോ പതുക്കെ LHും FSHും കൂടി വരും. ആൻഡ് ഓവുലേഷന്റെ സമയത്ത് LHും FSHും അവരുടെ പീക്ക് ലെവൽസിലായിരിക്കും ഇൻ ദ മിഡിൽ ഓഫ് ദ സൈക്കിൾ. നമുക്കറിയാം ടോട്ടൽ സൈക്കിൾ 28 to 29 ഡേയ്സ് ആണ്. അപ്പൊ മിഡിൽ ഓഫ് ദ സൈക്കിൾ 14th ഡേയിൽ LHും FSHും പീക്ക് ലെവലിലായിരിക്കും. ആൻഡ് ഈസ്ട്രജൻ കോൺസെൻട്രേഷൻ എങ്ങനെയാണ്? കൂടി വരും. ആൻഡ് എന്തുകൊണ്ടാ? ഈ മെച്ചോറിംഗ് ഫോളിക്കിൾ ഓൾറെഡി ഈസ്ട്രജൻ ഉണ്ടാക്കുന്നില്ല. അപ്പൊ ആ ഈസ്ട്രജന്റെ കോൺട്രിബ്യൂഷൻ കൂടിയാകുമ്പോൾ ബ്ലഡിൽ ഈസ്ട്രജൻ കൂടി വരും. ആൻഡ് റാപ്പിഡ് സെക്രീഷൻ ഓഫ് LH കോസസ് റപ്ചറിങ് ഓഫ് ഏതിനെ? ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ റപ്ചർ നടന്ന് ഫൈനലി ഓവുലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് നടക്കും. അതുകൊണ്ടാണ് ഈ ഫേസിനെ നമ്മൾ ഓവുലേറ്ററി ഫേസ് എന്ന് വിളിക്കുന്നത്. ഇനി ലാസ്റ്റ് ഫേസ് എന്താണ്? ഓവുലേഷൻ കഴിഞ്ഞ് വരുന്നത് ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ സെക്രീറ്ററി ഫേസ്. അതെന്തുകൊണ്ടാണ്? എന്ത് സെക്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്? പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ബൈ കോർപ്പസ് ലൂട്ടിയം. ആൻഡ് കോർപ്പസ് ലൂട്ടിയം ഉണ്ടായി വന്നത് എവിടെ നിന്നാണ്? റിമെയിൻസ് ഓഫ് അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിൾസിന്റെ റെമിനൻസിൽ നിന്ന് ഉണ്ടായി വന്നതാണ് കോർപ്പസ് ലൂട്ടിയം, വിച്ച് ഇൻ ടേൺ സെക്രീറ്റ്സ് പ്രൊജസ്ട്രോൺ. ഇനി എൻഡോമെട്രിയം തിക്കനാവും, മെയിൻറ്റെയിൻഡ് ആവും സെക്രീറ്ററി ഫേസിൽ. കാരണം എന്താ? പ്രൊജസ്ട്രോൺ കൂടുന്നതോറും പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചാൻസ് കൂടും. ഫൈനലി അഗെയിൻ നെക്സ്റ്റ് സൈക്കിൾ തുടങ്ങും, മെൻസ്ട്രുവേഷൻ തുടങ്ങും. നെക്സ്റ്റ് സൈക്കിൾ അഗെയിൻ റിപ്പീറ്റഡ് ആവും. ഇനി വാട്ട് ഇസ് പാർച്ചുറേഷൻ? വിച്ച് ഹോർമോൺസ് ആർ ഇൻവോൾവ് ഇൻ ഇൻഡക്ഷൻ ഓഫ് പാർച്ചുറേഷൻ? ഏതാണ് എന്ന് പറഞ്ഞാല് രണ്ട് കാര്യങ്ങൾ, പ്ലാസന്റെയും ഫുൾ ഫോംഡ് ഫീറ്റസിന്റെയും എക്സ്പൾഷനെയാണ് നമ്മൾ വിളിക്കുന്നത്. അതിന് ഹെൽപ്പ് ഹോർമോൺ ഓക്സിറ്റോസിൻ ഹോർമോൺ. എന്തിന്? സ്ട്രോങ്ങർ കോൺട്രാക്ഷൻ ഓഫ് യൂട്രൈൻ വാൾ ആൻഡ് യൂട്രൈൻ മസിൽസ്. ഇനി അത് ബർത്ത് കനാലിൽ കൂടി നമ്മുടെ ബേബിനെ എക്സ്പെൽ ചെയ്യും. ആൻഡ് റിലാക്സ് എന്ന് പറഞ്ഞ ഹോർമോൺ വിച്ച് ഇസ് സെക്രീറ്റഡ് ഇൻ ദ ലേറ്റർ ഫേസ് ഓഫ് പ്രഗ്നൻസി ബൈ ദി ഓവറി. എന്താണ് ഹെൽപ്പ് ചെയ്യുക? റിലാക്സ് പെൽവിക് ലിഗമെന്റ് ആൻഡ് സെർവിക്സ് ഫോർ ഡെലിവറി. ഇനി in society the women are often blamed for giving birth to daughters. Can you explain why this is not correct? ഈ സെക്സ് ഡിറ്റർമിനേഷൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ സെയിം സാധനം പറഞ്ഞാണ്. XXും XYയും എങ്ങനെയാണ്? പിന്നെ X മാത്രം ഉണ്ടാക്കും ഫീമെയിൽസ്. അപ്പോൾ X മാത്രം ഉണ്ടാക്കുന്ന ഒരു സാധനത്തിന് ഒരു ഔട്ട്കം ഡിസൈഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ? ഇല്ല. അപ്പൊ അവിടെ വേരിയിങ് ഫാക്ടർ ആരാണ്? മെയിൽസില് സ്പേം ഫോം ചെയ്യുന്നതിന് സ്പേമിന്റെ ഉള്ളിൽ X ആണോ Y ആണോ എന്നുള്ളതാണ്. അപ്പൊ സെക്സ് ഡിറ്റർമിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കാണ്? ഫാദേഴ്സിനാണ് ഉള്ളത്, അല്ലാണ്ട് മദേഴ്സിനല്ല. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ,
ഹൗ മെനി എഗ്സ് ആർ റിലീസ്ഡ് ബൈ എ ഹ്യൂമൻ ഓവറി ഇൻ എ മന്ത്? നമുക്കറിയാം ഒരു ഓവറി ഒരു മാസം ഓരോ ആണ് റിലീസ് ചെയ്യുന്നത്. ഈച്ച് ഓവറി 1/1 മന്ത്ലി. ഈ ഒരു ഓവറി ഈ മാസമാണെങ്കിൽ അടുത്ത ഓവറി അടുത്ത മാസം, അങ്ങനെയാണ് നാച്ചുറലി റിലീസിങ് നടക്കുന്നത്. ഇനി ഐഡന്റിക്കൽ ട്വിൻസ് ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും, എത്ര എഗ് ആയിരിക്കും ഫെർട്ടിലൈസ്ഡ് ആയിരിക്കുക? ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ ഒരു സിംഗിൾ എഗിൽ നിന്ന് ഉണ്ടായി വരുന്ന സൈഗോട്ട് പിന്നെ ലേറ്റ് ഡിവിഷൻ ചെയ്ത് സെപ്പറേറ്റഡ് ആയി പോകുമ്പോഴാണ് നമ്മൾ ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഫ്രറ്റേണൽ ട്വിൻസ് ആണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് 2 ഓവം വന്നു ആൻഡ് 2 സ്പേം ഈ 2 ഓവത്തിന് ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഫ്രറ്റേണൽ ട്വിൻസ് ഉണ്ടാവും. പക്ഷെ മറ്റേതെങ്ങനെ ഒരു സ്പേം വന്ന് ഒരു എഗ്ഗുമായിട്ട് ക്രോസ് ചെയ്ത് ഒരു സൈഗോട്ട് ഉണ്ട്, ഈ സൈഗോട്ട് പിന്നെ 2ആയി ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഐഡന്റിക്കൽ ട്വിൻസ് ഉണ്ടാവുന്നത്. പക്ഷെ ഫ്രറ്റേണൽ ട്വിൻസിന് 2 സ്പേമും 2 എഗ്സും ആവശ്യമുണ്ട്. ഇനി ഹൗ മെനി എഗ്സ് ഡു യു തിങ്ക് വെർ റിലീസ്ഡ് ബൈ ദി ഓവറി ഓഫ് എ ഫീമെയിൽ ഡോഗ് വിച്ച് ഗേവ് ബർത്ത് ടു 6 പപ്പീസ്? 6 പപ്പീസ് അല്ലെങ്കിൽ 6 ബേബീസ് ഉണ്ടാവണമെങ്കിൽ ഫീമെയിൽ ഡോഗ് 6 എഗ്സ് റിലീസ് ചെയ്തിരിക്കണം. ഇപ്പൊ ഇത്രയാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിപ്പിക്കാനുള്ളത്. മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.